ഹായ് ഗൈസ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു Q&A പോസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ നോർമലി ഉള്ള ഒരു റിപ്ലൈസ് ടെക്സ്റ്റ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ഇപ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസിനും യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ഇൻസ്റ്റ ത്രൂ ആണ് റിപ്ലൈസ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക, വാട്ട് ഈസ് യുവർ റെസൊല്യൂഷൻ ഇൻ ദിസ് ഇയർ? ആദ്യ ചോദ്യം തന്നെ റെസൊല്യൂഷൻ. ഞാന് സത്യം പറഞ്ഞു റെസൊല്യൂഷൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിന് സത്യമായിട്ടും ഞാൻ എന്തെങ്കിലും റെസൊല്യൂഷൻ ഒക്കെ എടുക്കാന്ന്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു റെസൊല്യൂഷൻ ഒന്നും എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. വിചാരിച്ചിനി നടന്നിട്ടൊന്നുമില്ല. രണ്ടാമത്തത്, എവിടെയാണ് സ്റ്റഡീസ് ഒക്കെ? എവിടെയാണ് ഞാൻ ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത്? ഞാൻ ഡിഗ്രി പഠിച്ചത് കൊണ്ടോട്ടിയാണ്. ഞാൻ അതിന് മുൻപ് പ്ലസ് ടു പഠിച്ചത് ഫറൂഖ് കോളേജിലാണ്. പിന്നെ അതിന് മുൻപ് ഞാൻ പഠിച്ചത് ചാലിയം സ്കൂളിലാണ്. സോ ഇതാണ് എൻ്റെ സ്റ്റഡീസിന്റെ ലൊക്കേഷൻസ് വരുന്നത്. പിന്നെ ഏജ്, എല്ലാ Q&Aയിലും സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ് ഏജ്. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, ചെറിയ പ്രായമുള്ളൂ എനിക്ക്. എൻ്റെ ഏജ് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എവിടെയും. പക്ഷെ അറിയുന്നവർക്കൊക്കെ അറിയാം, പിന്നെ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ സ്വാഭാവികമായിട്ടും എന്തായാലും മനസ്സിലാവും. മെയ് 1 എൻ്റെ ഡേറ്റ് വരുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഇയർ ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ഞാൻ കൂടുതൽ സമയം ഹെയർമെൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. ബോയ്സ് മെജോറിറ്റി അങ്ങനെ തന്നെ കേട്ടോ. കാരണം ക്യാമറ ഓൺ ആക്കിയാൽ അധിക സമയം നമ്മളിങ്ങനെ ഹെയർമെൽ ഇങ്ങനെ ഓരോ വെറുതെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കും. അതൊരു ഭയങ്കര സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെജോറിറ്റി ആളുകളും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏജ് മെയ് 1 എന്റെ ജനനം. ഞാൻ ഇയർ ഓഫ് ബർത്ത് ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, അതല്ല നല്ലത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണ്ടല്ലോ. ഓക്കെ, സോ അതങ്ങനെ വെക്കട്ടെ. ഇവിടെ ഒരു ഹെയർ പൊന്തിക്കുണ്ടല്ലേ. ഓക്കെ, അടുത്തത് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന ഹാബിൽക്ക? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് സോഷ്യൽ മീഡിയ ത്രൂ അല്ലേ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും റിയൽ ആണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഓഡിയൻസ് നമ്മളെ എങ്ങനെ കാണണം എന്ന ഒരു ഇതിൽ നമ്മൾ കാണിക്കുകയാണ്. അത് ഹാപ്പി ആയിട്ടാവും മെജോറിറ്റി ആളുകളും കാണിക്കുക. അപ്പം അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ഇവർ ഫുൾ ടൈം ഹാപ്പി ആണല്ലോ, ഇവരുടെ ഒരു ലൈഫാണ് ലൈഫ്. അതൊക്കെ ജഡ്ജ്മെന്റ് ആണ്, അതൊന്നും സത്യമാണെന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ തീരെ ഹാപ്പി അല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുകയാണെന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്. എനിക്കും ഒരുപാട് ചലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചോയ്സ് ആണ്, നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഹാപ്പി ആവണോ സാഡ് ആവണോ എന്നൊക്കെ. നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാപ്പിനെസ് ആണോ സാഡ്നെസ് ആണോ എന്നൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ഫേസ് ആണ്, എന്നും അങ്ങനെ ആവട്ടെ. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാ. അടുത്തത്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സുഖമല്ലേ? സുഖമാണ്, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് സുഖാണോ? ഹായ്, സ്റ്റാമറിങ് പ്രോബ്ലം ഇപ്പോഴും ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, എനിക്ക് ഇപ്പോഴും സ്റ്റാമറിങ് ഉണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു കാര്യമാണ് സ്റ്റാമറിങ്. അത് മാറിയിട്ടില്ല. ഞാനത് മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഒരു കൈൻഡ് ഓഫ് മെഡിസിൻസും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ആ ഒരു സ്റ്റാമറിങ് ഉള്ളത് പണ്ട് ഞാൻ പറയട്ടെ, പണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിന് ഓക്കെ ഇതൊന്നും ഇല്ലായിരുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റണം എന്നൊക്കെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു 1% പോലും എനിക്കിത് മാറണം എന്നില്ല. ഇത് മാറ്റാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതുള്ളത് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഞാൻ കാര്യം പറഞ്ഞിട്ടടാ, അതായത് ഈ സ്റ്റാമറിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് തരുന്നൊരു ഡ്രൈവാണ്. മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്കുള്ള ഡ്രൈവാണ് എൻ്റെ ഈ സ്റ്റാമറിങ്. അത് വെച്ചിട്ട് ഞാൻ ഓക്കെ, സ്റ്റാമറിങ് ഉണ്ട്, ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാൻ പറയുന്നതിൽ എനിക്ക് പ്രൗഡാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് സ്റ്റാമറിങ് ഉണ്ട്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. അത് മാറ്റാൻ വേണ്ടി അങ്ങനത്തെ ഇതൊന്നുമില്ല. സ്റ്റാമറിങ് യെസ് ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പം വരാം, അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണലി ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് വരാം, കോൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം വരാം. കോൾ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കൂടുതലും വരുന്നത് ആ ഒരു ടൈമിലാണ്. പിന്നെ പിന്നെ വേറെ കാര്യമുണ്ട്, എനിക്ക് പനിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ വോയിസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അതെനിക്ക് ചെറിയൊരു പനിയും കോൾഡൊക്കെ ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് ചേഞ്ചസ് എൻ്റെ ശബ്ദത്തിലൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാം. അടുത്തത്, നിങ്ങൾ 2025 എന്താണ് പഠിച്ചത്? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഏതാ പറയാ? ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു ദിവസം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഒരു വർഷം 1 ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് നമ്മൾ എന്തൊക്കെ പഠിക്കും, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഞാൻ
പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയല്ലടോ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചതെന്ന് ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൊതുവേ നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തത് എന്തേലും മോട്ടിവേഷൻ തരൂ, ചാർജ് ആവട്ടെ. പഠിച്ചോനെ അങ്ങനെയൊക്കെ ചാർജ് ആവാൻ വേണ്ടി പെട്ടെന്നൊരു മോട്ടിവേഷനോ ഞാൻ എന്തപ്പോ പറയാ, സിമ്പിൾ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്താ എപ്പോഴും മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു കാര്യം, ലൈഫ് ഈസ് വെരി ഷോർട്ട്. റിയാലിറ്റിയാണ്. അതൊരു മോട്ടിവേഷൻ എന്നതിലുപരി അതൊരു റിയാലിറ്റിയാണ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. അപ്പം മാക്സിമം ജീവിക്കുക. അവനവനക്ക് വേണ്ടിയിട്ടും അവനവനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിലും സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നേടിയെടുക്കാൻ പറ്റുന്ന അത്രയും അച്ചീവ്മെന്റ്സ് നേടിയെടുക്കുക. സോ അങ്ങനെയൊക്കെ ജീവിക്കണതിൽ ഒരു അർത്ഥം കണ്ടെത്തുക. പിന്നെ തോറ്റുപോകാം, തകർന്നു പോകാം, പതർച്ചകൾ ഉണ്ടാകാം, പക്ഷെ തളർന്നു പോകരുത്. ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. തോറ്റുപോയി എന്ന് സ്വയം വിശ്വസിച്ചിട്ട് മാറി നിൽക്കരുത്. നമ്മൾ തോറ്റുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പോയിന്റ് എത്തുന്നത് വരെ നമ്മൾ ആരും തോക്കൂല. സോ ആ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. ലൈഫ് വളരെ ചെറുതാണ്, വളരെ വളരെ ചെറുതാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ നമ്മളിങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വിശ്വസിച്ചൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിലേക്ക് മുന്നോട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, അടുത്തത് എങ്ങനെ സൂപ്പർ വീഡിയോ എടുത്തണേന്നോ, എങ്ങനെ സൂപ്പർ വീഡിയോ ഇടുന്നേന്നാണോ? സൂപ്പർ വീഡിയോ എന്ന് പറയുന്നതിൽ ഒരുപാട് താങ്ക്സ് ഫോർ ദാറ്റ് കോംപ്ലിമെന്റ്. എങ്ങനെ സൂപ്പർ വീഡിയോ എടുത്തേന്നാണോ എടുക്കണേന്നാണോ ചോദിച്ചത്, അതോ ഇടുന്നേന്നാണോ? എങ്ങനെ സൂപ്പർ വീഡിയോ പറയട്ടെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു കോണ്ടന്റ്സും ഞാൻ എന്താ പറയുക ഫേക്ക് ആയിട്ട് ചെയ്യുന്നില്ല. എനിക്ക് റിയൽ ആണെന്നും എനിക്ക് സത്യമാണെന്നും എനിക്കതിലൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്ന ഞാൻ ഒരു കോണ്ടന്റും ഇതുവരെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ഞാൻ ടോപ്പിക്സ് ചോദിക്കും. ലൈക്ക് എന്തെങ്കിലും ഇന്ന കൊളീഗ്സിനോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളിൽ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ. ബാക്കി ഞാൻ ടോപ്പിക്സ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ആ ക്യാമറന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കും. ലൈക്ക് എന്താ പറയുക, റോൾ ചെയ്യുന്നതിന് മുൻപ് ഞാനിങ്ങനെ പറയും ആ ടോപ്പിക്ക് ഓക്കെ, എന്നിട്ട് റോൾ ചെയ്യുമ്പോൾ സമയത്ത് എനിക്ക് എന്താ പറയാൻ വരുന്നത് അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഒരു വരി പോലും എഴുതിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. സോ മേ ബി അതുകൊണ്ടാക്കാം. പിന്നെ പറയട്ടെ, നമ്മൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ത്രൂ ആണ് ഒരുപാട് കോണ്ടന്റ്സ് പറയുന്നത്. ഫേക്ക് ആയിട്ട് ഞാൻ ഇതുവരെ ഒരു കോണ്ടന്റും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്തത് 2026 ആയിട്ട് പുതിയ വല്ല പ്ലാനും ഉണ്ടോ? 26 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 8-10 ദിവസമായിട്ടുള്ളൂ, സമയമുണ്ടല്ലോ. പിന്നെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ, ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, അങ്ങനെ ഒരുപാട് പ്ലാനിങ് ആയിട്ടൊന്നും ഞാൻ നടക്കലില്ല. കാരണം പ്ലാനിങ് വേണം, വേണ്ടെന്നല്ല. പക്ഷെ എല്ലാത്തിനും പ്ലാൻ ചെയ്ത് മാത്രമേ പോകുന്നുള്ള ഇതൊന്നും എനിക്കില്ല പേഴ്സണലി. അത് ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. ബട്ട് ഞാൻ അതിലൊരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരുത്തനല്ല. ഇപ്പൊ ഞാൻ നാളത്തേക്ക് ഒരു കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് വെച്ച് ഓക്കെ, ഞാനിങ്ങനെ ആലോചിക്കും ഓക്കെ അത് ചെയ്ത്, പക്ഷെ രാവിലെ ആവുന്ന സമയത്ത് സിറ്റുവേഷൻ നേരെ തിരിയാം. സോ ആ ഒരു സമയത്ത് ആ പ്ലാൻ വർക്കൗട്ട് ആവുന്നില്ല. അപ്പൊ അടുത്ത പ്ലാൻ. അപ്പം ഒരു പ്ലാൻ എന്നല്ല, ഒരുപാട് പ്ലാൻസിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയാ, ഒരു പ്ലാനിങ് വെച്ചിട്ട് ജീവിക്കുന്ന ഒരുത്തനൊന്നല്ല കേട്ടോ. 2026 ഡിസംബറിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. സോ ഞാൻ അങ്ങനെ പ്ലാനിങ്ങിലേക്കൊന്നും ഇല്ല. ജസ്റ്റ് ആ ഒരു ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അടുത്തത് വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ക്യാമറയിലേക്ക് നോക്കാത്തത്? നല്ലൊരു ചോദ്യമാണത്. കാരണം ഇത് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് നോക്കാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ക്യാമറ നോക്കാനുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ക്യാമറ നോക്കി സംസാരിക്കാനുള്ള പേടി കൊണ്ടോ മടി കൊണ്ടോ അല്ല ഞാൻ ഇപ്പൊ തന്നെ ക്യാമറ നോക്കി സംസാരിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു ഇൻസ്റ്റയിലെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പോഡ്കാസ്റ്റ് ഫീലില് ഓപ്പോസിറ്റ് ഒരാളോട് സംസാരിക്കുന്നതിനാണ് കൂടുതലും എന്താ പറയാ എൻ്റെ ഓഡിയൻസ്, എൻ്റെ ഇൻസ്റ്റ അൽഗോരിതം ബേസ് ചെയ്ത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങനെ പറയാം, അതായത് ഓപ്പോസിറ്റ് ഒരാളുണ്ടെന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് ലൈനിൽ സംസാരിക്കുക എന്നുള്ള ഒരു വെറുതെ, അതിൽ പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ കോണ്ടന്റ്സ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലാണ്ട് ക്യാമറയൊക്കെ ഇത് കുറെ ആൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പേര് പറയുന്നില്ല, എനിവേ ബൈ ദ വേ താങ്ക്സ്. അപ്പോൾ അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് വേറെ ക്യാമറയൊക്കെ നോക്കാത്തതിന് വേറെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. സോ മറ്റേതാണ് കുറച്ചുകൂടെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന് തോന്നി. അടുത്തത് ഇക്കന്റെ ഫസ്റ്റ് ക്രഷ് ഏത് ക്ലാസ്സിലായിരുന്നു? പടച്ചോനെ, അങ്ങനെയൊക്കെ ചോദിച്ചാല് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഷോയിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് +2 പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണത്. എനിക്കൊരു ക്രഷ് തോന്നിയത് ആ ഒരു സമയത്താണ്, ആ ഒരാളോടാണ്. അതൊരു അഫെയർ ആയിട്ടില്ല, ഞാൻ ആളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടില്ല, ഞാൻ ആളോട് അത് പറഞ്ഞിട്ട് പോലും ഇല്ല.
ലൈക്ക് എനിക്ക് ഒറ്റ ഒരു വൺ മൊമെന്റിൽ തോന്നിയ ഒരു ക്രഷ്, അങ്ങനെ തന്നെ പറയാം, കൈൻഡ് ഓഫ് ക്രഷ് തന്നെയാണത്. അല്ലാണ്ട് അത് നമ്മൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രണയം അങ്ങനത്തെ ഒന്നുമില്ല, ലൈക്ക് സംഭവം ഉണ്ടായിട്ടില്ല. ബട്ട് അതൊരു തരം കൈൻഡ് ഓഫ് ക്രഷ് ആണ് കേട്ടോ. അടുത്തത്, ഐ നോ ദാറ്റ് ഇതുവാം നിങ്ങൾ ഐ നോ ദാറ്റ് ഇതുവാം നേകൽ വായിക്കില്ല, ഐ ഹോപ്പ്, എനിക്ക് സത്യമായി ഓക്കെ, ഐ നോ ദാറ്റ് ഇതും നിങ്ങൾ വായിക്കൂല, ഐ ഹോപ്പ് ദാറ്റ്, അങ്ങനെയാണ് അയച്ചത് തോന്നുന്നു. എനിവേ ഞാൻ കണ്ടിട്ടുണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല. പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആണ്, ലാസ്റ്റ് ലെറ്റർ എച്ച് ആണ്. 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട് പേരിൽ. അപ്പോൾ ആ ആള് പറഞ്ഞതാണ് ഐ നോ ദാറ്റ് ഇതും നിങ്ങൾ വായിക്കൂല, ഐ ഹോപ്പ് ദാറ്റ് ബൈ. പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 2026 എങ്ങനെ പോകുന്നു? ഓൾറെഡി ചോദ്യം വന്നു, ഞാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലാത്ത രീതി അല്ല, ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. പ്ലാനിങ് ഇനി നേരത്തെ ചോദിച്ചത്. 2026 ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഈ വർഷത്തിൽ, ഇൻഷാ അല്ലാഹ്. അമീൻ അമീൻ. സോ അടുത്തത്, വാട്ട് ഓൾവേസ് മേക്സ് യു ഹാപ്പി? ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾവേസ് മേക്സ് യു ഹാപ്പി എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ? റിപ്പീറ്റഡ്ലി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സന്തോഷം തരുന്നത്, ഹാപ്പിനെസ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറെ ഹാപ്പിനെസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കൂടുതലും ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുത്തരാണ്. സോ ഞാൻ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം അതെനിക്ക് ഹാപ്പിനെസ് തരാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്, എൻ്റെ റൂമിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്തും എൻ്റെ വീട്ടിൽ ഞാൻ അത്രയും ഹാപ്പി ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതന്നെ, അങ്ങനെ എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാപ്പി ആകുന്നു എന്നുള്ളൂ. ആ കാര്യങ്ങൾ എന്താണെന്നും കൂടിയാണല്ലേ. ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഹാപ്പി ആകാറുണ്ട്, എന്നൊക്കെ തന്നെ. അടുത്തെന്താ, ആർ യു കമ്മിറ്റഡ്? നോ, ഞാൻ കമ്മിറ്റഡ് അല്ല. അടുത്തത്, എന്താണ് സ്പെഷ്യാലിറ്റി? ബൈ ദ വേ, ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെ ചോദിക്കാറില്ല. സ്പെഷ്യാലിറ്റിയോ? ഞാൻ ക്യു&എ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ക്യു&എക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്. നല്ലൊരു ചോദ്യം, താങ്ക്സ് ഫോർ ദാറ്റ് ആസ്കിങ്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു അത് പറയാൻ കേട്ടോ. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യു&എക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് ടൈപ്പിൽ റെസ്പോൺസ് തരുന്നത്. അതാണ് സ്പെഷ്യാലിറ്റി, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു സ്പെഷ്യാലിറ്റി അതിൽ ഇല്ല കേട്ടോ. സോ താങ്ക്സ് ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെ ചോദിക്കാറില്ല എന്ന്. ഓക്കെ, അപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം, താങ്ക് യു. അടുത്തെന്താ, നിങ്ങളെ റീലല്ലോ റിയൽ ലൈഫായിട്ട് കണക്ട് ആവുന്നത്? താങ്ക് യു സോ മച്ച്. അതെങ്ങാനെന്ന് അറിയണില്ല. ഓക്കെ, നിങ്ങളെ റീലല്ലോ റിയൽ ലൈഫായിട്ട് കണക്ട് ആവുന്നത്, അതെങ്ങനെയാണെന്ന് അറിയണില്ല എന്ന്. താങ്ക്സ് ഫോർ ദാറ്റ് കോംപ്ലിമെന്റ്. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫേക്ക് ആയിട്ട് ഞാൻ കോണ്ടന്റ്സ് ചെയ്യുന്നില്ല. ഞാൻ റിയൽ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ കോണ്ടന്റ്സ് ചെയ്യുന്നുള്ളൂ. മേ ബി അതുകൊണ്ടാകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ത്രൂ ഞാൻ ഒരുപാട് കോണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. അടുത്തെന്താ, വെൻ യു ഗെറ്റിംഗ് മാരീഡ്? സീരിയസ്ലി ഗൈസ്, ഐ ഡോണ്ട് നോ. എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണമെന്നില്ല. എപ്പോൾ കല്യാണം കഴിക്കണോ, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴാ കല്യാണം ഉണ്ടാവുക, ഞാൻ ആലോചിക്കണേ ഇല്ല സത്യമായിട്ടും. അടുത്തത്, പാട്ടിനിൽ പറ്റാണെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ തായോ, പ്ലീസ് ഡോണ്ട് മെൻഷൻ. ആളെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് മെൻഷൻ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പേര് പറയുന്നില്ല ആരുടെയും. കുറച്ച് മോട്ടിവേഷൻ താ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ലൈക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് വരുള്ളൂ, നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ആവുള്ളൂ എന്ന് ഒരിക്കലും ആദ്യം തന്നെ വിശ്വസിച്ച് വെക്കരുത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാ കാലത്തും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ എന്നുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് സൗണ്ടേ കുറെ ഇങ്ങനെ സംസാരിച്ചിട്ടാ. അപ്പം ഇപ്പോഴത്തെ ഒരു ഇതില് എന്നോട് പറയാൻ പറ്റുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഡിപ്പെൻഡ് ചെയ്യരുത് ആരെയും. ആരും നമ്മുടെ കൂടെ കാലാകാലം ഉണ്ടാകുന്ന ഒരു ഡിപ്പെൻഡൻസിൽ, ഓക്കെ എന്നെ റെഡിയാക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്നെ ഓക്കെ ആക്കി എടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. സ്വയം റെഡിയാവാൻ വേണ്ടി ശ്രമിക്കാം. ഒരാൾ നമ്മളെ റെഡിയാക്കുന്നതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ റിസൾട്ട് കിട്ടും നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് നന്നാക്കി എടുക്കുന്നത്. ബിക്കോസ് നമുക്ക് മാത്രമേ നമ്മൾ എന്താണെന്നും എങ്ങനെയാണെന്നും വ്യക്തമായിട്ട് അറിയുള്ളൂ. അത് മറ്റൊരാൾക്ക് അത്ര പെട്ടെന്നൊന്നും
കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ മാക്സിമം നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുക. സോ ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവനവനെ ട്രെയിൻ ചെയ്ത് മാക്സിമം ബെറ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്തത് 2026 എങ്ങനെ പോകുമെന്ന് ഓൾറെഡി ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അല്ല, നിങ്ങൾക്കൊക്കെ എങ്ങനെ പോകുന്നുണ്ട് 2026? ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കട്ടെ. അടുത്തത്, എന്താടോ എൻ്റെ വർത്താനം? ഐ എം പ്രൗഡ് ഓഫ് യു മാൻ ആസ് യുവർ ടീച്ചറോ? എന്താടോ എൻ്റെ വർത്താനം? ഐ എം പ്രൗഡ് ഓഫ് യു മാൻ ആസ് യുവർ ടീച്ചർ. എൻ്റെ ടീച്ചർ ഓതാരാ? അവർത്തോട്ടെ ഞാൻ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വെയിറ്റ് ഗൈസ്, റാനായിയോ? ഓ മാൻ, എന്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഗൈസ്. യെസ്, റന മാം. ആളുടെ പേര് ഞാൻ പറയാം, റന എന്നാണ് പേര്. അപ്പോ എന്റെ Q&A വന്ന് എന്നോട് എന്താ വർത്താനം എന്നൊക്കെ ചോദിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ഞാൻ റിപ്ലൈ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ആൾ പറഞ്ഞതാണ്, എന്താടോ എൻ്റെ വർത്താനം? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. ഐ എം പ്രൗഡ് ഓഫ് യു മാൻ ആസ് യുവർ ടീച്ചർ. താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് കൈൻഡ്ഫുൾ വേർഡ്സ് ആൻഡ് ഐ എം വെരി ഹാപ്പി. കാരണം നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു Q&A വന്ന് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ ട്രൂലി ഐ എം വെരി വെരി ഹാപ്പി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ടീച്ചർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. താങ്ക്സ്. അടുത്തെന്താ, ഞാൻ മെസ്സേജ് ആക്കിയിട്ട് റിപ്ലൈ തരുന്നില്ല നിങ്ങൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം, ഞാൻ അങ്ങനെ ഒരു ചാറ്റിംഗ് പേഴ്സൺ അല്ല. അതായത് എന്താ പറയാ, ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ഒന്നല്ല ഞാൻ. പിന്നെ മെസ്സേജ് ഞാൻ പറയട്ടെ, ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്ത ഒരാളും അല്ല. ഞാൻ കാണുന്ന മെസ്സേജുകൾക്ക് ഞാൻ കാണുന്ന മെസ്സേജുകൾക്ക് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ റിപ്ലൈസ് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വലിയ സംഭവമാക്കിയൊന്നും പറയില്ല, ഞാൻ ഇന്ന് വലിയ ടോപ്പാക്കി പറയുന്നില്ല. പക്ഷെ എല്ലാ മെസ്സേജിനും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തൊന്ന് ആലോചിച്ച് നോക്കി. കാരണം അത്രയും മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ഒരു മെസ്സേജ് റിപ്ലൈ അയക്കുന്നു, അടുത്ത മെസ്സേജ് റിപ്ലൈ അയക്കുന്നു. ചിലപ്പോൾ നമ്മളൊരു മെസ്സേജ് റിപ്ലൈ അയച്ചാൽ ആൾ ചിലപ്പോൾ ഇങ്ങോട്ട് അയക്കും. അപ്പോൾ നമ്മൾ അടുത്ത മെസ്സേജ് കൊടുക്കും, നമുക്ക് എല്ലാ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമോ എനിക്ക് ഇത്രയും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാലും എല്ലാ മെസ്സേജും റിപ്ലൈ കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അതിപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ടാണ് മേ ബി ഞാൻ കാണാത്തതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ റിപ്ലൈ തരും. ഞാൻ കണ്ട് ഇഗ്നോർ ചെയ്യുന്ന ഒരുത്തരൊന്നുമല്ല. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു ചാറ്റിംഗ് പേഴ്സൺ അല്ല. ഒന്നാമത്തെ കാര്യം, അത് ഇന്നെ അറിയുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊരു കോളിംഗ് പേഴ്സണും അല്ല, ഒരു ചാറ്റിംഗ് പേഴ്സണും അല്ല. ഞാൻ അങ്ങനെ കോൾ എടുക്കാറില്ല, ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാറില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറില്ല. അത് ഞാൻ ഓപ്പൺ പോലും ചെയ്യാത്ത ഒരുത്തനാണ്. എന്നെ അടുത്തറിയുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ഇപ്പോൾ ഈ ഗ്രൂപ്പ്സിൽ പോലും എന്താ പറയാ, എന്റെ നിഴല് പോലും ഉണ്ടാവില്ല. ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ആ ഗ്രൂപ്പിലെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു മെസ്സേജോ നിഴലോ എന്റെ പേര് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ പോലും എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ, എനിക്ക് അതിലെന്തോ ഞാൻ ഭയങ്കര ബാക്കോട്ടായ ഒരുത്തനാണ് സത്യം പറഞ്ഞാല്. ഞാൻ അങ്ങനെ ആണ്. അത് ഞാൻ പണ്ട് മുതലേ അങ്ങനെ തന്നെ. എനിക്കിങ്ങനെ ഒരു ചാറ്റ്, പക്ഷെ ഞാൻ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല സംസാരിക്കും. പക്ഷെ ഒരു കോളിലും ചാറ്റിലും എത്തുന്ന സമയത്ത് എനിക്കെന്തോ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ്. പക്ഷെ മെസ്സേജ് കണ്ടാൽ റിപ്ലൈ ചെയ്തു തരട്ടെ എന്തായാലും. അത്രയും വലിയ ജാടട്ട് നടക്കണ വലിയ അങ്ങനത്തെ മനുഷ്യനൊന്നുമല്ലല്ലോ ഞാൻ. ഒരു പാവം മനുഷ്യൻ. ഞാൻ എന്തായാലും എന്താ പറയുക, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരും. അടുത്തത്, ലവ് ചെയ്യുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. ആരാ പറയാ ലവ് ചെയ്യുന്നത് എങ്ങനെ തെറ്റാവുക? ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അത് ഒരിക്കലും ഒരു തെറ്റല്ല. അത് തെറ്റാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ മുന്നിൽ വന്നിട്ട് ഇപ്പം എത്ര വലിയ ലെജൻസ് ആണെങ്കിൽ പോലും എന്റെ മുന്നിൽ വന്നിട്ട് ലവ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ ഒരിക്കലും അത് എന്താ പറയാ സത്യമാണ് ഞാൻ വിശ്വസിക്കില്ല. ബിക്കോസ് ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പിന്നെ ഡിപ്പെൻസ്, ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരുത്തരുടെ ലൈഫിൽ അതെങ്ങനെ അപ്ലിക്കബിൾ ആകുന്നു, ഓരോരുത്തർക്ക് അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് മാറുന്നത്. അല്ലാണ്ട് ലവ് എന്ന് പറയുന്നത് തെറ്റല്ല. ഹോം ലൊക്കേഷൻ, ഇത് സ്ഥിരമായിട്ട് എൻ്റെ Q&A വരുന്ന ഒരു കാര്യം കേട്ടോ. എൻ്റെ ഹോം ലൊക്കേഷൻ വരുന്നത്, ഞാൻ കോഴിക്കോട് ഫറോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണൂർ വളവ് അതാണ് എൻ്റെ സ്വന്തം നാട്. അവിടെയാണ് എൻ്റെ വീട് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ആ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് എൻ്റെ നാട്. അടുത്തത്, എനിക്ക് കൈ ഇങ്ങനെ കൊയ്യുണ്ട്, കടച്ചിലെടുക്കാന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നു കുറേ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ്. പിന്നെന്താ അടുത്തത്, എത്ര വയസ്സായി? വീണ്ടും വന്നു ഏജ്. അയ്യോ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇനി ചോദിക്കുകയാണെങ്കിൽ ഇയർ പറയാന്ന്. ഞാൻ പറയില്ല, മെയ് 1 എന്റെ ഡേറ്റ് വരുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇയർ ഓക്കെ, ഞാൻ എന്തായാലും ഒരു വാക്ക് തന്നതല്ലേ. സോ ഗൈസ്, ഐ എം റിവീലിംഗ് മൈ ഏജ്. എൻ്റെ വയസ്സ്, എൻ്റെ ഏജ്
ഇയർ ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2000, മെയ് 1st 2000, 2000 ജനിച്ച് എനിക്ക് 25 വയസ്സായിട്ടുണ്ട്. ഈ വർഷം എനിക്ക് 26 ഇയേഴ്സ് ആകും. സോ ഫൈനലി ഞാനത് റിവീൽ ചെയ്തു. യെസ്, ഞാൻ എൻ്റെ ഏജ് റിവീൽ ചെയ്തു. 25 വയസ്സ് കഴിഞ്ഞു. ഇത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം. ഓക്കെ, 25 വയസ്സ് കഴിഞ്ഞു. എനിക്ക് 25 വയസ്സ് കഴിഞ്ഞിട്ടില്ല, 25 വയസ്സാണ്. ഇനി 26 വയസ്സാണെങ്കിൽ മെയ് 1 ആവണം, ആയിട്ടില്ലല്ലോ. അപ്പൊ 25 വയസ്സ് തന്നെ. പിന്നെന്താ, എന്തല്ല 2026 എങ്ങനെ പോകുന്നു? എന്തല്ല, അൽഹംദുലില്ലാ ഓക്കെയാണ്. 2026 കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അടുത്തെന്താ, നിങ്ങൾ ശരിക്കും ഓക്കെ ആണോ? താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഒരാൾ നമ്മളോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിൽ അയാൾ എന്താ പറയാ, ഒരു സെക്കൻഡെങ്കിലും നമ്മളെ കുറിച്ച് ഇയാൾ ഓക്കെ ആണോ എന്നുള്ളൊരു തോട്ട് അയാളെ മനസ്സിൽ ഓടിയോണ്ടല്ലേ. ഈ ഏറ്റവും കൂടുതൽ ആളുകൾ കളവ് പറയുന്ന ആൻസർ കളവായിട്ട് പറയുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യം നമ്മളൊക്കെ പറയും, യെസ് ഐ ആം ഓക്കെ. സോ ഞാനും ആ ഒരു ആൻസർ തന്നെ കീപ്പ് ചെയ്യുന്നു, ഐ ആം ഓക്കെ. ഫിസിക്കലി ഞാൻ പറയില്ലേ, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഓക്കെ അല്ല. കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് അല്ല, ഞാൻ ഓക്കെ അല്ല. ഞാൻ പറഞ്ഞത് സോറി, ഞാൻ അങ്ങനെ അതായത് ഞാൻ ഫിസിക്കലി ഇപ്പം എനിക്ക് ഞാൻ പറയില്ല, എനിക്ക് പനിയൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് കോൾഡ് ഉണ്ട്, എൻ്റെ വോയിസ് മാറിയിട്ടുണ്ട്. സോ ഫിസിക്കലി ഞാൻ ഓക്കെ അല്ല. മെൻ്റലിയും ഞാൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ചില ഭാഗത്ത് ഞാൻ ഓക്കെ അല്ല. അടുത്തത്, നിങ്ങളെ മാരേജ് ഒന്നുമില്ലേ? ഇൻഷാ അല്ലാ മാരേജ് ഉണ്ടാവും. ഇപ്പൊ കറന്റ്ലി ഇല്ല എന്തായാലും. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. പിന്നെ മിങ്കിൾ ഓർ സിംഗിൾ, കറന്റ്ലി ഐ എം സിംഗിൾ ഗൈസ്. ഞാൻ മിങ്കിൾ ആയിട്ടില്ല. എനിക്ക് മിങ്കിൾ ആവാൻ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സിംഗിളാണ്. എനിക്ക് കയ്യല്ല കടച്ചിലെടുക്കണം കേട്ടോ. അടുത്തത്, ബ്രോ റിയലി യു ആർ നൈസ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അടുത്തെന്താ, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് കാണുന്നത്, സോ അതെങ്ങനെ, പ്ലീസ് എക്സ്പ്ലെയിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്നെ സോഷ്യൽ മീഡിയ ത്രൂ ആണ് കാണുന്നത്. സോ ഞാൻ ഹാപ്പി ആയിട്ടാണെന്നുള്ളത് മേ ബി നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാകാമാണ്. കാരണം എപ്പോഴും ഒരാൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് സ്റ്റേജസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്കുള്ള സ്റ്റേജ് ആകാം, അല്ലെങ്കിൽ ഒരു സമയത്തുള്ള സ്റ്റേജ് ആകാം. അതേപോലെ സാഡ്നെസിന്റെ സ്റ്റേജ് വരും, ലോൺലിനെസിന്റെ സ്റ്റേജ് വരും. ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ കാണിക്കുന്നത്, ഇപ്പൊ നിങ്ങളാണെങ്കിലും കാണിക്കുന്നത് എന്താ, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്, ഓക്കെ? ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് ഞാൻ ഹാപ്പി ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, സോ നിങ്ങളും അങ്ങനെ വിശ്വസിക്കൂ. അടുത്തത്, ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ, കുറച്ച് ടിപ്സ് പറയോ? ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല, ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് എന്നാണല്ലോ. നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഹാപ്പി ആവണോ സാഡ് ആവണോ. നിങ്ങൾ കണ്ടിട്ടില്ല, അതായത് ചില ആളുകൾക്ക് ഒരു ബ്രേക്കപ്പ് കിട്ടി കഴിഞ്ഞാൽ കുറെ ആളുകൾ സാഡ് പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. എന്നിട്ട് ഒരു വിഷ്വലൈസ് ചെയ്യും, ഇമാജിൻ ചെയ്യും, ഓക്കെ ഞാൻ സാഡാണ്, ഞാൻ ഭയങ്കര വിഷാദത്തിലാണ്, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. സോ അവര് തന്നെയാണ് അവരെ സാഡ്നെസ്സിലേക്ക് കടത്തി വിടുന്നത്. ഒരാൾക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അതിപ്പോൾ പാട്ട് കേൾക്കാനാണെങ്കിൽ ഓക്കെ, ഹാപ്പിനെസ് തരുന്ന പാട്ടുകൾ കേൾക്കാം. അതൊരു സ്ഥലത്ത് പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേരോട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ, എന്താണോ ഹാപ്പിനെസ് തരുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതല്ലാതെ എനിക്ക് ഹാപ്പിനെസ് വേണം പക്ഷെ ഞാൻ സാഡ് തരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല. വി ചൂസ് അവർ ഹാപ്പിനെസ്. നമ്മൾ തീരുമാനിക്കും, നമ്മൾ തിരഞ്ഞെടുക്കും നമ്മുടെ സന്തോഷങ്ങൾ. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഹാപ്പിനെസ് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആളുകളോട് സംസാരിച്ച ഹാപ്പിനെസ് കിട്ടും. സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സോ ആ കാര്യങ്ങൾ ചെയ്യാം, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടി തുടങ്ങും. അപ്പൊ അടുത്തത്, എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്താ നിങ്ങളെ വിശേഷം? അടുത്തത്, ഫുഡ് കഴിച്ചോ? യെസ്, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ലേറ്റ് ആയിട്ട് ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല സമയം, ഇപ്പം ഏകദേശം സമയം 2:10 രാത്രിയാണ് കേട്ടോ. രാത്രി 2:10 ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അടുത്തത്, അല്ല പണ്ട് പോയ ഹെൽമെറ്റ് കിട്ടിയോ? സീൻ ക്വസ്റ്റ്യൻ, താങ്ക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ. കാരണം
എൻ്റെ ഹെൽമെറ്റ് ഇപ്പം മിസ്സായിട്ട് കുറേ കാലമായി, കുറേ അല്ല കുറച്ച് കാലം എന്തായാലും. അപ്പോൾ ഇപ്പോഴും അത് ഓർത്ത് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനോട് ഐ എം വെരി വെരി താങ്ക് യു. ആ ഹെൽമെറ്റ് കിട്ടിയിട്ടില്ല, അത് പോയി. ഞാൻ പറയട്ടെ, ആ ഒരു ഹെൽമെറ്റടാ, സത്യം പറയാം, ഡാ അല്ല ഡി ആട്ടോ എന്നോട് ചോദിച്ചത്. അപ്പം ആ ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഹെൽമെറ്റാണ്. ഞാൻ പറയട്ടെ, ഞാൻ 5 വർഷമാണ് ആ ഹെൽമെറ്റ് യൂസ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിലേക്ക് പഠിക്കാൻ പോയ സമയത്ത് ഞാൻ വാങ്ങിയ ഹെൽമെറ്റാ. ആ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഞാൻ വേറെ കാര്യം പറയട്ടെടാ, ഞാൻ പുറത്തൊക്കെ ലൈക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ബൈക്ക് പാർക്ക് ചെയ്ത് പോകും, റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് പോകും. ഞാൻ 10 ദിവസം വരെ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്, എൻ്റെ ഹെൽമെറ്റ് ആ ബൈക്കുമ്മ വെച്ചിട്ട്. അപ്പോഴൊന്നും എൻ്റെ ഹെൽമെറ്റ് മിസ്സായിട്ടില്ല. അന്ന് ഞാൻ ഒരു ദിവസമാണ് പോയത്. അതായത് ഞാനിപ്പോൾ തിങ്കളാഴ്ച രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചൊവ്വാഴ്ച ഒരു ഉച്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഞാൻ ബൈക്കിന് അവിടെ എത്തിയപ്പോൾ ഹെൽമെറ്റ് പോയി. 5 വർഷം, 5 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ഞാൻ ഉപയോഗിച്ച ഹെൽമെറ്റ് ആണ്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അത് പോയ സമയത്ത്. പക്ഷെ അത് കിട്ടിയില്ല. അതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽമെറ്റ് അല്ല, അതൊരു റെഡ് കളർ ഹെൽമെറ്റ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഹെൽമെറ്റ് ആയിരുന്നു. കാരണം 5 വർഷം ഞാൻ അങ്ങനെ കൊണ്ടുവരുന്ന ഹെൽമെറ്റാണ്. അതിനങ്ങനെ പറയാൻ മാത്രമുള്ള സ്ക്രാച്ചുകളോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ക്ലിപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. അത്രയും നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തൊരു ഹെൽമെറ്റാ. പോയടാ, കിട്ടിയില്ല. സോറി, പോയടി, കിട്ടിയില്ല. അടുത്തത് 2026 എങ്ങനെയുണ്ട്? ഇത് കുറെ ആൾക്കാർ ചോദിക്കണ്ടല്ലോ. ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 8-10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ പറയാൻ മാത്രം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാണ്ട് പോട്ടെ, ഇൻഷാ അല്ലാ. അമീൻ അമീൻ അമീൻ. അടുത്തത്, ആർ യു ഓക്കെ? ഓ, താങ്ക് യു ഫോർ ആസ്കിങ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. യെസ്, കറന്റ് ഐ ആം ഓക്കെ. ആർ യു ഓക്കെ? അടുത്തത്, ഹായ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളിങ്ങനെ ഹായ് ഹലോ ചോദിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോഴല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. എനിവേ, ഹായ്. അതെന്താ, ജസ്റ്റ് ഫോർ യുവിനെ പറ്റി 2 വാക്ക്. ഇത് കഴിഞ്ഞ Q&Aയിലും 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ യു ഫർസീനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ ഫർസീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. എന്താ പറയുക, നമ്മളങ്ങനെ എപ്പോഴും കാണുന്ന ആളുകളൊന്നുമല്ല. കാരണം ഞാൻ ഷൂട്ട് ബേസ് ചെയ്താണ് കെൻമിയിൽ പോകാറുള്ളത്. അപ്പം ആൾ കെൻമിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം ആളും ഞാനും ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കാണുമ്പോഴൊക്കെ സംസാരിക്കും. നല്ലൊരു മനുഷ്യനാണ്, സൽസ്വഭാവിയാണ്, സുന്ദരനാണ്, സുമുഖനാണ്, സൽഗുണ സമ്പന്നനാണ്, നല്ലൊരു ചെക്കനാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ അടുത്ത് ലാസ്റ്റ് കണ്ട സമയത്ത് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാനും അവന് മാത്രം, വർജിനും ഞാനും അതിൽ നിന്ന് സംസാരിച്ചു. നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. നല്ല, എനിക്ക് പറയട്ടെ, എന്താ പറയുക, ജസ്റ്റ് ഫോർ യു ഫർസീൻ എന്ന് പറയുന്ന ആള് നല്ലൊരു ആളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 വാക്കിൽ നിന്നേക്കാളും ഒറ്റതിൽ പറയുകയാണെങ്കിൽ അവൻ നല്ലൊരാളാണ്. പേഴ്സണലി സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നല്ല പറയല്ലോ, നമ്മൾ നല്ല കമ്പനിയാണ്, നല്ല കണക്ഷൻ ഉണ്ട്. പിന്നെന്താ, ഞാൻ കുറച്ച് ഡേയ്സ് ആയിട്ട് ടോട്ടലി സാഡാണ്. എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ സ്വയം വിശ്വസിക്കരുത് നിങ്ങൾ ഭയങ്കര സാഡാണെന്ന്. നമ്മൾ എത്രത്തോളം നമ്മൾ സാഡാണെന്ന് വിശ്വസിക്കുന്നു, കാരണം ആ ഒരു സമയത്തൊക്കെ നമ്മളെ മുന്നിൽ സാഡ്നെസ് തരുന്ന കാര്യങ്ങളെ നമുക്ക് വരുള്ളൂ, നമുക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന റീൽസ് ഫുൾ അത് ബേസ് ചെയ്തിട്ടാവും. നമ്മൾ വിചാരിക്കും അതെന്താ അങ്ങനെ വരുന്നത്, കാരണം പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ആ ഒരു അങ്ങനത്തെ റീൽസ് കണ്ടത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും സജഷൻസിൽ വരുന്നത്. ഇൻസ്റ്റന്റ് അൽഗോരിതം അനുസരിച്ച് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറി ഉണ്ട്, ടോപ്പിക് കാറ്റഗറീസ് ഉണ്ട്. സോ ആ ഒരു കാറ്റഗറി, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ റീൽസ് സജഷൻസ് വരിക. സോ ഒരു കാര്യമായിരിക്കും, നിങ്ങൾ സാഡ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. സാഡ്നെസ് തരുന്ന കാര്യങ്ങളും പാട്ടുകളും കേൾക്കുന്നത് ഒഴിവാക്കുക, അങ്ങനത്തെ റീൽസ് കാണുന്നത് ഒഴിവാക്കുക. മാക്സിമം ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്താ പറയുക, എന്തൊരു ഇതുണ്ടല്ലോ, ചൂസ് യുവർ ഓൺ ഹാപ്പിനെസ്. അത് മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. അതായത് അവനവൻ്റെ ഹാപ്പിനെസ് എന്താണ് സ്വയം മനസ്സിലാക്കിയെടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഫുള്ള് സാഡ് ആയിരിക്കുന്ന സമയത്ത് സാഡ്നെസ് തരുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമുക്ക് ഹാപ്പിനെസ് കിട്ടൂല. ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്. ആദ്യം മനസ്സിലാക്കുക, അതൊരു ഫാക്റ്റാണ്. നമുക്ക് റിക്കവർ ആകണമെന്നുണ്ടെങ്കിൽ, സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണം. സന്തോഷം നൽകുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകണം. സോ അത് മാക്സിമം ചെയ്യാം. ഓക്കെ, അടുത്തത്, ഹൗ യു ചൂസ് യുവർ കോണ്ടന്റ്, സംടൈംസ് ഇറ്റ്സ് മോർ കണക്റ്റിംഗ്. ഓ, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അത് വളരെ, ഇത് സോറി ബ്രോ അല്ല കേട്ടോ,
ഇതൊരു ഗേളാണ്. അപ്പോൾ ഹൗ യു ചൂസ് യുവർ കോണ്ടന്റ്? ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പം ഞാൻ ഇതുവരെ ഒരു കോണ്ടന്റ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ലൈൻ പോലും സ്ക്രിപ്റ്റഡ് ആയിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഒരു കോണ്ടന്റ്സും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോണിൽ നോട്ട് ചെയ്യും. ആ ടോപ്പിക്ക് നോട്ട് ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പിക്സ് കിട്ടും. പിന്നെ കുറേ ടോപ്പിക്സ് നമ്മളെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ മെജോറിറ്റി കോണ്ടന്റ്സിലും ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളും ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ കൊളീഗ്സ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുറച്ച് കൊളീഗ്സ് ഉണ്ട്. അവർ എനിക്ക് ടോപ്പിക്സ് പറഞ്ഞു തരാറുണ്ട്. ഒരാൾ എനിക്കൊരു ടോപ്പിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് വെച്ചിട്ട് എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാനുള്ളത് അത് ഞാൻ ക്യാമറ നോക്കി പറയുന്നു. അതാണ്. അല്ലാണ്ട് ഞാൻ ഇതുവരെ എന്താ പറയുക പഠിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മൊത്തം എഴുതിയിട്ട് പ്രോംപ്റ്റ് വെച്ച് വായിക്കുന്നതൊന്നുമല്ല. ഒരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് ക്യാമറ ഓൺ ആക്കിയിട്ട് അപ്പം ഞാൻ പറയുന്നു. അതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫേക്ക് ആയിട്ട് ഒരു കോണ്ടന്റും ചെയ്യുന്നില്ല. മേ ബി അതുകൊണ്ടാകാം എല്ലാവർക്കും എൻ്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് വേർഡ്സ്. സംടൈംസ് ഇറ്റ്സ് മോർ കണക്റ്റിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അത് കേട്ടതിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്നാമത്തെ റീസൺ അത് നമ്മളെ ലൈഫ് എന്ന് പറയുന്നതുകൊണ്ടാണ്. നമ്മളെ ലൈഫിലെ കാര്യങ്ങൾ വെച്ച് പറയുമ്പോഴാണ് പല ആളുകൾക്കും അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത്. ഞാൻ ഒരിക്കൽ മെസ്സേജ് അയച്ചിട്ടിരുന്നു ബട്ട് നിങ്ങൾ കണ്ടില്ല. ഞാൻ ഒരിക്കൽ മെസ്സേജ് അയച്ചിരുന്നു ബട്ട് നിങ്ങൾ കണ്ടില്ല. ഇക്കൊരു പ്രപ്പോസ് വന്ന് ഒരു 2 ഇയർ ആയി. ഇത് 3 ബോക്സിലായിട്ടാട്ടോ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. വലിയ ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്. ഞാൻ നോ പറഞ്ഞതാണ് ബട്ട് അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ആൾക്ക്. ഓൻ എൻ്റെ അനിയൻ കൂടിയാണ്. എനിക്ക് ഓനോട് ദേഷ്യമില്ല ബട്ട് ഈ കാര്യം ഓനെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കാം? സീരിയസ്ലി ഞാൻ ചോദിക്കട്ടെ, അനിയനാണെന്നും പറയുന്നു ബട്ട് പ്രപ്പോസ് ചെയ്യുന്നു പറയുന്നു. കസിൻ ബ്രദർ ആണോ ഉദ്ദേശിച്ചത്? ഇതിൽ ചെയ്യാൻ പറ്റുന്ന ആളെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കി കൊടുക്കുക. കസിൻ ബ്രദർ സിസ്റ്റർ എന്ന് പറയുന്നത് സച്ച് എ പ്യുവർ റിലേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കാര്യം പറയട്ടെ. ഇപ്പം എനിക്ക് സിബ്ലിങ്സോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കസിൻസിലെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓൺ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആ ഒരു വൈബാണ്. അപ്പം അങ്ങനെ നമ്മൾ കാണുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും വേറൊരു തരത്തിൽ കാണാൻ പറ്റില്ല. ഐ ട്രൂലി ബിലീവ് ഇൻ ദാറ്റ്. അപ്പം നിങ്ങൾക്ക് അതൊരു അനിയനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അനിയനോട് സംസാരിക്കുന്ന പോലെ ഒരു അനിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ കുറെ ചൂടായിട്ടും കുറെ മിണ്ടാതെ നടന്നിട്ടും ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കൺവിൻസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ബ്രദറും സിസ്റ്ററും ആണ്, ഒരു അനിയനും താത്തയുമാണ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക വാല്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എന്താ പറയുക എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ്. അതിപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബ്രദറാണ്, സിസ്റ്ററാണ്, ആ ഒരു കാര്യം, അതിൻ്റെ ഒരു ഡെപ്ത്, അതിൻ്റെ ഒരു വാല്യൂ, മീനിങ് മനസ്സിലാക്കുന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ച പാഠം എന്താ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. ആൻഡ് അതിലെൻ്റെ ഒരു പ്രോപ്പർ ആൻസർ ഉണ്ട്. അതായത് ലൈഫിൽ ഏറ്റവും വലിയ പാഠം ഞാൻ പഠിച്ചത് എന്താ അറിയോ? എൻ്റെ ലൈഫിലെ ദ മോസ്റ്റ് പെയിൻഫുൾ മെമ്മറിയാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം കൂടെ, എല്ലാവരുടെ ലൈഫിലെയും ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് അവരവരുടെ ലൈഫിൽ ഏറ്റവും വേദനയുള്ള ഓർമ്മയാകും. കാരണം നമ്മളെ ലൈഫിലെ ഏറ്റവും പെയിൻഫുൾ മെമ്മറി കാരണം നമ്മൾ മറ്റു പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാകാം. ആ ഒരൊറ്റ പെയിൻഫുൾ മെമ്മറി ലൈഫ് ലോങ് നമുക്ക് മറക്കാനും പറ്റില്ല. കാരണം നമ്മളെ ഓർമ്മയിൽ എപ്പോഴും അതുണ്ടാവും. ആ ഒരു ഓർമ്മയാണ് നമ്മളെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക. സോ ഞാൻ പഠിച്ചതിൽ വെച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ദ മോസ്റ്റ് പെയിൻഫുൾ മെമ്മറിയാണ്. ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു റിവീൽ ദാറ്റ്. അടുത്തത്, ഹായ്, സം പീപ്പിൾ ഓർ പ്ലേസ് നമ്മളെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സൊല്യൂഷൻ? മാറി നിൽക്കുക അവിടുന്ന്. ഞാൻ പറയട്ടെ, നമ്മളെ പീസ്, സമാധാനം, നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ സന്തോഷം, ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് കുറച്ച് ആളുകളുടെ മുന്നിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറുക, അവിടുന്ന് ഒഴിവായി പോവുക. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈഫ് ഈസ് വെരി ഷോർട്ട്. അപ്പം നമുക്ക് വെറുതെ നമ്മളെ സമയം കളയാനൊന്നുമില്ല. നമുക്ക് ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ പോയിരിക്കുമ്പോൾ നമുക്ക് സമാധാനക്കേടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. സോ അവിടുന്ന് മാക്സിമം മാറി നിൽക്കുക. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളില്ല, നഷ്ടങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എന്തിനാ അവിടെ നിൽക്കണം? സിമ്പിളാണ്. പറയുന്നത്ര സിമ്പിളല്ല അവിടുന്ന് മാറുന്നത്. ബട്ട് ട്രൈ ചെയ്യുക, അവിടുന്ന് മാറുക. ബിക്കോസ് വാല്യൂ യുവർ ഓൺ ലൈഫ്.
അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അടുത്ത് ഈ ഇയർ എങ്ങനെയുണ്ട്? സത്യം എനിക്ക് കയ്യെല്ലാം ഇതാകൊണ്ട് ഇട്ടുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് മൈക്ക് കൈ പിടിക്കാം. അടുത്തത് ഈ ഇയർ എങ്ങനെയുണ്ട്? വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ഗൈസ്. ഈ ഇയർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 8-10 ദിവസമല്ലേ ആയിട്ടുള്ളൂ, സമയല്ലേ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, ഇനി അങ്ങനെ ആവട്ടെ. അടുത്തത് നിങ്ങൾക്ക് ലവ് ഉണ്ടോ? ഓഫ് കോഴ്സ് ലവ് ഉണ്ട്, ഒരുപാട് കാര്യത്തിൽ ലവ് ഉണ്ട്. ലവർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതില്ല, ബട്ട് എനിക്ക് ലവ് ഉണ്ട്, ഒരുപാട് ലവ് ഉണ്ട്. ഇപ്പൊ പാരൻസിനോട് നമുക്ക് ലവ് ഉണ്ട്, പിന്നെ ഞാൻ ഫേവറേറ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനോടൊക്കെ എനിക്ക് ലവ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, അങ്ങനെ ലവ് ഒക്കെ ഉണ്ട്. ലവർ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതില്ല. അടുത്തത് ഡിഗ്രി എന്താ പഠിച്ചത്, അത് കഴിഞ്ഞ് എന്ത് കോഴ്സാണ് എടുത്തത്? ഡിഗ്രി ഞാൻ പഠിച്ചത് ബികോം ആണ്, ഞാൻ ബികോം ഫിനാൻസ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞെടുത്ത കോഴ്സിന്റെ പേര് SAP, സാപ്പ് എന്ന് പറയും, എല്ലാവർക്കും അറിയാൻ മതിയാവും. ഞാൻ ആ ഒരു കോഴ്സാണ് എടുത്തത്, പക്ഷെ ആ ഒരു കോഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എടുത്തിട്ടേ ഉള്ളൂ, ഇനി കുറച്ച് മാസം പോയി. അടുത്തത് പോയ വർഷം എങ്ങനെയായിരുന്നു? നല്ലൊരു വർഷമായിരുന്നു, മഷാല്ലാ മഷാല്ലാ മഷാല്ലാ. കാരണം ആ ഒരു വർഷം എനിക്ക് ലൈഫിൽ കുറെ മാറ്റങ്ങൾ തന്നൊരു വർഷമാണ്, കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വർഷമാണ്, പിന്നെ എൻ്റെ കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ച വർഷമാണ്. എന്താ പറയുക, തോൽവികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, പഠിക്കാൻ പറ്റി. അപ്പം നല്ലൊരു വർഷം തന്നെയാണ്. സോ അടുത്തത് ഹായ് ബ്രോ, ചേട്ടൻ്റെ വീഡിയോസ് അടിപൊളിയാണ്. ഓ താങ്ക് യു സോ മച്ച്. ഓരോ വീഡിയോക്കും ഓരോ അർത്ഥങ്ങളുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ്ഫുൾ വേർഡ്സ്. അടുത്തത് നിങ്ങളെ നാട് എവിടെയാ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട് മണ്ണൂരുളവാണ്, കോഴിക്കോട് ഫറോക്കിൽ. പിന്നെന്താ, കിട്ടൂല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ പഴയ വൺ സൈഡ് ലവ് വീണ്ടും പ്രേമിക്കുന്നു, അതിനെപ്പറ്റി പറയോ? ഞാൻ പറയാൻ വേട്ടെ, ഇതൊക്കെ സിനിമയിൽ അടിപൊളിയാ, ഈ വൺ സൈഡ് ലവ് എന്നൊക്കെ. സിനിമയിൽ കുറെ പാട്ട് തന്നെ ഉണ്ട് വൺ സൈഡ് ലവിനൊക്കെ പറ്റിയിട്ട്, പക്ഷെ സിനിമയിൽ മാത്രമേ ഇത് അടിപൊളി നമുക്ക് തോന്നുള്ളൂ. റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇതിലിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കിട്ടൂല എന്ന് അറിഞ്ഞിട്ടും കിട്ടൂല എന്ന് അത്രയും ഉറപ്പായ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വൺ സൈഡ് ലവ് ആണ്, ഭയങ്കര ഡിവൈൻ ലവ് ആണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റ് ഓഫ് ടൈമാണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടൂല എന്ന് അത്രയും ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? പിന്നെ എന്തിനാണ് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊടുത്ത സമയം കളയുന്നത്? ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫ് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, കരിയർ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല, ഇഷ്ടത്തോടുള്ള പല കാര്യങ്ങളോടും നമുക്ക് ഇഷ്ടം തോന്നില്ല, മടുപ്പ് വരാൻ തുടങ്ങും. എല്ലാത്തിലും നമുക്ക് നഷ്ടങ്ങൾ മാത്രം വരുന്ന സമയത്ത് എന്തിനാണ് അത് ചെയ്യുന്നത്? ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ, എന്തിനാണ് അത് ചെയ്യുന്നത്? സിനിമയിൽ ഇത് കാണാൻ ഭയങ്കര രസമാണ്. സിനിമ എന്ന് പറയുന്നത് 2.5-3 മണിക്കൂറിന്റെ എന്റർടൈനിങ് പ്ലാറ്റ്ഫോംസ് മാത്രമാണ്. അതല്ലാതെ അതാണ് റിയൽ ലൈഫ് എന്ന് വെച്ചിട്ട് റിയൽ ലൈഫ് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകരുത്. വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്, വൺ സൈഡ് ലവ് തോന്നി കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് തുറന്ന് പറയാം. അത് തുറന്ന് പറഞ്ഞിട്ട് 2 വേ ആകുമെങ്കിൽ 2 വേ ആയിട്ട് നല്ല 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 രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആണ്, എനിക്ക് വൺ സൈഡ് ലവ് ആണ്, ഞാൻ വൺ സൈഡ് ലവ് ആയിട്ട് ഇങ്ങനെ പോവാണെന്നൊക്കെ പറഞ്ഞു പോകുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈമാണ്. എനിക്കതേ പറയാനുള്ളൂ. കാരണം സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ പറയുന്ന കാര്യം തന്നെ അതാണ്, കിട്ടൂല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വൺ സൈഡ് ലവ് ആയിട്ട് പോകുന്നത്? അതിന്റെ കാര്യമില്ലല്ലോ. ശരിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായം ഇതാട്ടോ. കാരണം അതിനോട് പ്രത്യേകിച്ച് ഈ കാര്യമില്ലല്ലോ. അടുത്തത് വൺ സൈഡ് ലവിനെ പറ്റി എന്താ അഭിപ്രായം? എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആൾ തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം തന്നെ വൺ സൈഡ് ലവിനെ കുറിച്ച്. കാരണം അത് വെച്ചിട്ട് ആ ഒരു ലവ് 2 വേ ആകൂല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ ആ ഒരു വൺ സൈഡ് ലവിനെ കുറിച്ച് എന്താ കാര്യം? അടുത്ത പക്ഷെ അത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, സമയം നഷ്ടപ്പെടാന്നല്ലാണ്ട് വേറെ അതൊരു 2 വേ ആകുന്നില്ല, പിന്നെ എന്തിനാണ് മനസ്സിലോ, അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 2025 വാല്യുബിൾ ഗിഫ്റ്റ്, അത് അങ്ങനെ എടുത്തു പറയാം. ഇപ്പോൾ ഇല്ലായിട്ടല്ല, പക്ഷെ അത് എനിക്ക് റിവീൽ ചെയ്യാൻ എന്താ പറയാ, പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് 2025. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പലതും വാല്യുബിൾ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ അത് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അടുത്തെന്താ, ബ്രേക്കപ്പ് വേണ്ടി എടുക്കുന്ന റീസൺ ആണോ കാസ്റ്റ്, അതോ അത് ഒരു നല്ല തീരുമാനമാണോ? കാസ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു ബ്രേക്കപ്പ് നടക്കുക എന്ന് പറയുന്നതും അതൊരു നല്ല തീരുമാനമാണോ എന്ന് ചോദിക്കുന്നത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, അഫെയറിലാവുന്ന സമയത്തും കമ്മിറ്റഡ് ആവുന്ന സമയത്തും എൻ്റെ കാസ്റ്റ് ഏതാന്ന് ചോദിച്ചിട്ട് ആരും അഫെയറിലാവൂല. പക്ഷേ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഇവർക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാസ്റ്റ് ഏതാന്നൊക്കെ. അത് സ്റ്റാർട്ടിങ്ങിലേ മനസ്സിലായിട്ട് വർക്കാകൂല എന്ന് ഓർക്ക് തോന്നുക, ഓരോ ഫാമിലിക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേ പറയാലോ. കുറേ വർഷം പ്രണയിച്ച് 5 വർഷം 6 വർഷമൊക്കെ പ്രണയിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ പറയാണ്, എടാ കാസ്റ്റ് വിഷയമാണ്, കാസ്റ്റ് ആയതുകൊണ്ട് ഈ കാസ്റ്റ് ആണ് നമുക്ക് ദുഃഖുല ബ്രേക്കപ്പ്, അങ്ങനെ പറയുമ്പോൾ
അതൊരു കാരണമാക്കിയിട്ടല്ല എടുക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ് ആക്ച്വലി. എനിക്ക് പേഴ്സണലി തോന്നിയത് അത്രയും കാലങ്ങൾക്ക് ശേഷമൊക്കെ അതൊരു കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇതാക്കുകയാണെങ്കിൽ അതൊരു റീസൺ ആക്കി എടുക്കുകയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഇത് മനസ്സിലാവും, ഇതാണ് കാസ്റ്റ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇല്ലാത്ത പ്രശ്നം 5-6 വർഷങ്ങൾക്ക് ശേഷം, 2-3 വർഷങ്ങൾക്ക് ശേഷം, ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു കാരണമാക്കി എടുക്കുക. അതൊരു നല്ല തീരുമാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാകാം. ഞാൻ എൻ്റെതായിട്ട് പറഞ്ഞ ഡിപ്പെൻസ്, ഓരോരുത്തർക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് അതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. അടുത്തെന്താ? വീണ്ടും ഗൈസ്, ഏജ് ഞാൻ പറഞ്ഞു, എൻ്റെ ഏജ് 25 years ഞാൻ പറഞ്ഞു. അടുത്തെന്താ? വിൽ യു ബി മൈ ഫ്രണ്ട്? യെസ് ബ്രോ, ഷോർ. പിന്നെ കമ്മിറ്റഡ് ആണോ? നോ, ഞാൻ കമ്മിറ്റഡ് അല്ല. അടുത്തെന്താ? എങ്ങനെ പോകുന്നുണ്ട് 2026 ഒക്കെ? വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഇതുവരെ പോകുന്നുണ്ട്. ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടാ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ആവട്ടെ ഇൻഷാ അല്ലാഹ്, ആമീൻ. അടുത്തെന്താ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തേലും എടുത്തോ? വീണ്ടും സെയിം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. പ്ലാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ഒന്നും നടന്നിട്ടില്ല. അടുത്തെന്താ? നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണം? പഠിച്ചോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല, എടിയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പാർട്ട്ണർക്ക് ഇന്ന ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊക്കെ ഡിമാൻഡ്സ് ഉണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ നടന്നിട്ട് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. സോ ഏറ്റവും നല്ലത് എന്താ അറിയോ? ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും കൊണ്ട് നടക്കാണ്ട് ഇന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പാർട്ട്ണർ ആകാൻ പറ്റുകയുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ലൈഫിലേക്ക് വരുന്ന പാർട്ട്ണറുമായിട്ട് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ, തമ്മിൽ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അതെല്ലാം തുറന്ന് മനസ്സിലാക്കി സംസാരിച്ച് ആ ഒരു ജീവിതം ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോകുക എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഒരു ചാൻസ് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയോട് കൂടി വന്നാൽ മാത്രമേ അയാൾക്ക് എൻ്റെ പാർട്ട്ണർ ആകാൻ പറ്റുകയുള്ളൂ എന്നൊന്നും എക്സ്പെക്ടേഷൻ. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ക്യാറ്റ് ഐസ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്തറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അറിയാം. ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറഞ്ഞത് എനിക്ക് ക്യാറ്റ് ഐസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്യാറ്റ് ഐസ് ഉള്ള ആളെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യൂ എന്നുള്ളത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതൊരു ക്വാളിറ്റി എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ എന്താ അടുത്ത്? 2026 കിട്ടിയ ഫസ്റ്റ് ഹാപ്പിനെസ് മൊമെന്റ്. അതിപ്പോ എന്താ, എനിക്ക് ഓർമ്മ കിട്ടണില്ലേ സത്യം പറഞ്ഞാൽ. അടുത്ത്, ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഒരാളെ നമ്മൾ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ അത്രയും നമ്മളെ ലൈഫായിട്ടും നമ്മളെ വേ ഓഫ് തോട്ടുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഇൻസ്പയർ ചെയ്ത അതെനിക്കൊരു പേര് കിട്ടണില്ല. ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, മേ ബി ഉണ്ടാവും, പക്ഷെ എനിക്കൊരു പേര് കിട്ടില്ല. അടുത്തത്, യുവർ ഫേവറേറ്റ് ബുക്ക് ആൻഡ് ഓത്തർ. ഞാൻ ഒരു കാര്യം പറയും, ഞാൻ അങ്ങനെ ഒരു ബുക്ക് വായിക്കുന്ന ഒരുത്തനൊന്നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ട്, പക്ഷെ അതിൽ എല്ലാം ഒന്നും ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല. ഞാൻ ആകെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ബുക്ക് ഫുള്ള് വായിച്ചിട്ടുണ്ട്, ഒരു ബുക്കിൻ്റെ പകുതിയൊക്കെ വായിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ബുക്ക് വായിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് ഓതർ ഒന്നുമില്ല. ഫേവറേറ്റ് ബുക്ക് എന്ന് പറയാൻ തന്നെ എനിക്കില്ല. പിന്നെ അടുത്തത്, ഹൗ ആർ യു? ഐ എം ഗുഡ് ആൻഡ് ഹൗ ആർ യു? പിന്നെ എന്താ, വാട്ട് യു ലവ്ഡ് മോസ്റ്റ് ഇൻ യുവർ ലൈഫ്? അതൊരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, എന്നെ അറിയുന്നത്. എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ഒരു ഷോപ്പ് കയറി, ഞാൻ ഒരു വാച്ച് വാങ്ങി. ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരു ഷോപ്പ്, അപ്പം തന്നെ വേറൊരു ഷോപ്പ് കണ്ടാൽ, വാച്ചിൻ്റെ ഷോപ്പ് കൊണ്ട് ഡിസ്പ്ലേയിൽ ഒരു വാച്ച് കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചിലപ്പോൾ അതും പോയി വാങ്ങും. ഞാൻ പറയട്ടെ, എനിക്കങ്ങനെ എന്താ പറയുക, എനിക്ക് വാച്ച് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രൊഡക്ട്സിൽ വാച്ച് എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് ഓരോ ദിവസം ഓരോ പരിപാടിക്ക് ഓരോ വാച്ച് കെട്ടാൻ പറ്റിയാൽ അത്രയും സന്തോഷം. ഇത് ചിലപ്പോൾ വിചാരിക്കും കുറച്ച് അഹങ്കാരമല്ലേ എന്നൊക്കെ ചിലർക്ക് തോന്നും, പക്ഷെ നമ്മളെ ഇഷ്ടങ്ങളല്ലേ നമുക്ക് പറഞ്ഞൂടെ. അപ്പം എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് അത്രയും വാച്ച് യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഭയങ്കര ഇഷ്ടം എനിക്ക് വാച്ച്. എന്താ പറയുക, ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക്. ചിലവർ പ്രാന്താണ്, പക്ഷെ എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്.
അതന്നെ. പിന്നെ അതല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് പറയാം. ഇനി അടുത്തത്, മനുഷ്യനെ മനുഷ്യനാക്കാനും ഭ്രാന്തനാക്കാനും പ്രണയത്തിന് പറ്റും. ഇസ് ഇറ്റ് ട്രൂ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. അതായത് വഴി തെറ്റിപ്പോയ ഒരുപാട് ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്ന ഒരുപാട് ആളുകളെ നേർവഴിക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒരു നല്ല പ്രണയത്തിന് പറ്റും. അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളെ ഭ്രാന്തനാക്കാൻ ഒരു പ്രണയത്തിന് പറ്റും. അതായത് അയാളുടെ ജീവിതം കംപ്ലീറ്റ് മോശപ്പെട്ട രീതിയിൽ മാത്രമേ പോയിക്കൊണ്ടിരുന്നത്, അല്ലാതെ അയാളുടെ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈൽ അടക്കം വളരെ മോശപ്പെട്ടു പോയ സമയത്ത് അയാൾക്ക് നല്ലൊരു പ്രണയം നല്ല രീതിയിൽ അയാളെ ലൈഫിൽ വന്നു കഴിഞ്ഞ് ആ വരുന്ന പാർട്ട്ണർ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു പ്രണയം കാരണം നേർവഴിക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. അതേപോലെ ഒരു പ്രണയം കാരണം ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അത് ഒരുപാട് കേസുകളും ഉണ്ട്. സോ മനുഷ്യനെ മനുഷ്യനാക്കാനും പറ്റും, ഭ്രാന്തനാക്കാനും പ്രണയത്തിന് സാധിക്കും. അതും സത്യം തന്നെയാണ്. അടുത്തത്, നമ്മളെ അവോയ്ഡ് ആക്കുന്നവരോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം? നമ്മളെ അവോയ്ഡ് ആക്കുന്ന സ്ഥലത്ത് നിൽക്കാതെ നിൽക്കുക. നമുക്ക് ഒരു വാല്യൂ തരാത്ത ഒരു സ്ഥലത്ത് പോയി നിൽക്കേണ്ട കാര്യമില്ല. അവർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി മുതൽ അവിടെ പോകണ്ട, അവിടെ നമ്മൾ നിൽക്കണ്ട. അതിന് നമ്മൾ അവരെയും അവോയ്ഡ് ചെയ്യുകയാണെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നമ്മൾ അവിടെ സെൽഫ് റെസ്പെക്ട് കൊടുക്കുക. നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും പോയി നിൽക്കുക, അല്ലെങ്കിൽ ആ ആളുകളുടെ അടുത്ത് വീണ്ടും വീണ്ടും ചെല്ലുകയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു റെസ്പെക്ട് കൊടുത്തിട്ട് അവിടുന്ന് പോവുക, അവിടുന്ന് മാറി നിൽക്കുക. അതാണ് ചെയ്യേണ്ടത്. അതാരാണെങ്കിലും മേ ബി പറയുന്നത്ര ഈസി ആവില്ല. പക്ഷെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവോയ്ഡ് ആക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. സോ ഗിവ് റെസ്പെക്ട് ടു യുവർ സെൽഫ് ആൻഡ് ഗോ അവേ ഫ്രം ദം. അടുത്ത്, എല്ലാ സംസാരവും അടിപൊളിയാണ്. ഓ താങ്ക് യു സോ മച്ച്. ട്രെയിൻ ചെയ്തെടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഐഡിയ കിട്ടും. അല്ലെങ്കിൽ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ല. ഇത് ഞാൻ ഓൾറെഡി ഒരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രാക്ടീസ് ഒരിക്കലും പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു പോയിന്റ് ഇല്ല. ആക്ച്വലി ഇംപ്രൂവൈസേഷൻ ആണ്, ഇമ്പ്രൂവ് ആണ് സംഭവിക്കുന്നത്. പ്രാക്ടീസ് മേക്ക് ഇംപ്രൂവ്മെന്റ്സ്. അപ്പം എൻ്റെ സംസാരം ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഞാനത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് മേ ബി ഇമ്പ്രൂവ് ആയതാകാം. എനിവേ, താങ്ക് യു ഫോർ ദാറ്റ് കോംപ്ലിമെന്റ്. സംസാരം അടിപൊളിയാണെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹാപ്പി ആ ഒരു കോമന്റ് കേട്ടതിൽ. അടുത്തെന്താ, 2026 ന്യൂ ഒരു മോട്ടിവേഷൻ പറയൂ. ഞാൻ ഇന്നും ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ഓക്കെ. അടുത്തെന്താ, 2016-18 NSS ഹാബിൽ 2016-18 NSS ഹാബിൽ ടു 2026 സെലിബ്രിറ്റി ഹാബിൽ. ഈ ജേണിയെ കുറിച്ച് എന്ത് തോന്നുന്നു? എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ +2 NSS ഉണ്ടായ എൻ്റെ ഫ്രണ്ടാണ് ചോദിച്ചത്. ചോദ്യം ഇതാണ് കേട്ടോ, 2016-18 NSS ഹാബിൽ മുതൽ 2026 സെലിബ്രിറ്റി ഹാബിൽ ഈ ജേണിയെ കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ വളരെ നല്ല രീതിയിൽ തോന്നുന്നു, വളരെ നല്ലതായിട്ട് തോന്നുന്നു. ഓക്കെ. അടുത്തെന്താ, ഈ +2 കഴിഞ്ഞ് എന്താ പഠിച്ചേ? ഏത് കോഴ്സ്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയാണ് പഠിച്ചത്. ഡിഗ്രി BCom, ഞാൻ ഓൾറെഡി പറഞ്ഞു, BCom പഠിച്ചത്. അടുത്തെന്താ, ഐ തിങ്ക് യു ഹാവ് എ ലവർ റൈറ്റ്? നോ, യു ആർ ആബ്സല്യൂട്ട്ലി റോങ്. അടുത്തെന്താ, വാട്ട് കൈൻഡ് ഓഫ് കോണ്ടന്റ്സ് യു റിയലി ലൈക്ക് ടു ഷെയർ ഫോർ ദിസ് ജനറേഷൻ ആസ് എ സ്പീക്കർ? ഈ ഒരു ജനറേഷൻ എന്നല്ല, നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരാൾക്ക് കണക്ട് ചെയ്യുന്നത് ജനറേഷൻ ബേസ്ഡ് അല്ല. നമ്മൾ പറയുന്ന ആ ഒരു കോണ്ടന്റിൽ അയാളുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു കോണ്ടന്റ് ജനറേഷൻ ഗ്യാപ്പും ജനറേഷൻ ഡിഫറൻസും ഇല്ലാണ്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ന ജനറേഷൻ്റെ ഒരു കോണ്ടന്റ്, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷന് മാത്രമേ ഈ ഒരു കോണ്ടന്റ് പറ്റുള്ളൂ, അങ്ങനെ ഒരു കോണ്ടന്റ് അങ്ങനത്തെ കോണ്ടന്റ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ ഓക്കെ, ഇപ്പം ഈ ഒരു ജനറേഷന് എന്ത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഷെയർ ചെയ്യാന്നല്ലേ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നെവർ വേസ്റ്റ് യുവർ ടൈം. ഒന്ന് സമയം കളയാതിരിക്കുക. പിന്നെ മറ്റൊരാളെ പോലെ എന്താ പറയാ, മറ്റൊരാളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കണ്ടിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതായത് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടാകും, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. നമ്മളെ കൂടെയുള്ള ആളുകൾ പറയുന്നത് ആ ഒരു കാര്യം എടുക്കാനുള്ള, അല്ലെങ്കിൽ അവരെടുത്തത് ആ ഒരു തീരുമാനമാണ്, അതുകൊണ്ട് ഞാനും എടുക്കാം. അവർ പോയത് അതാണ്, ആ വഴിയാണ്, അതുകൊണ്ട് ഞാനും ആ വഴി പോവാം. അവർ പഠിക്കുന്നത് അതാണ്, സോ ഞാനും അതെടുക്കാം. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. ഇറ്റ്സ് വെരി വെരി ബാഡ് ഡിസിഷൻ. അവനവൻക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക, അവനവൻക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, സ്കില്ല് കണ്ടെത്തുക, പാഷനേറ്റ് ആയിട്ട് ജീവിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം ടൈം എന്താ പറയുക, സമയം ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നെവർ വേസ്റ്റ് യുവർ ടൈം. അതാണ് ഈ ഒരു ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്.
ഹൗ ടു ഫോർഗെറ്റ് എ പേഴ്സൺ. സി ഒരാളെ നമ്മൾ മറക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് നടക്കരുത്. ഒന്നാമത്തെ കാര്യം. അതായത് മറക്കണം. ഞാൻ അയാളെ മറക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അയാളെ ഓർക്കുകയാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അതായത് നമ്മൾ ഒരാൾക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർമ്മയിലേക്ക് പോകുന്നത്. ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുക എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ മറക്കണം, ആ കാര്യം മറക്കണം. അങ്ങനെ പറയുന്നത് തന്നെ ഒരു തരം ഇമ്പോർട്ടൻസ് ആണ്. അല്ലാണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അത് അങ്ങനെയാണെന്നുള്ളൊരു ഒരു നെവർ മൈൻഡ് രൂപത്തിൽ എടുത്താൽ മതി. അല്ലാണ്ട് അതിനിങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്താ പറയുക കൊണ്ട് നടക്കുമ്പോഴാണ് അതിനെ മറക്കണം. ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യണ്ട. ഇങ്ങനെ മറക്കണം മറക്കണം. അതന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, അതൊരു മറവിയല്ല. സോ ഇമ്പോർട്ടൻസ് ഒഴിവാക്കുക. അടുത്തെന്താ, പ്ലേസ് എവിടെയാ? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്ലേസ് കോഴിക്കോടാണ്, മണ്ണൂരാണ്. നിങ്ങളെ നാട് എവിടെയാ? സെയിം ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അടുത്തെന്താ, എനിക്ക് സുഖല്ലേ? താങ്ക് യു ഫോർ ആസ്കിങ്. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖല്ലേ? നിങ്ങളെ സ്ഥലം എവിടെയാണ്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? സെയിം ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വന്നത്. നിങ്ങളെ സ്ഥലം എവിടെയാണ്? സ്ഥലം പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? യെസ്, ആക്ച്വലി ഐ ആം ആൻ ആങ്കർ ആൻഡ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇത് എല്ലാ Q&Aയിലും ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്, ഞാൻ ഒരു ആങ്കറാണ്. ഞാനൊരു പറഞ്ഞ പോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ തന്നെ. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി അറിയാൻ മതിയാവും, കാരണം അതിൻ്റെ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. സോ ആ ഒരു കമ്പനിയിലെ ബ്രാൻഡ് ഫേസ് ആണ് ഞാൻ. മാത്രമല്ല എൻ്റെ കൂടെ വേറൊരു പ്രസൻറ്ററൂടെ വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ വേറൊരു പ്രസൻറ്ററൂടെ ഉണ്ട്. സോ ഇതാണ് കറൻ്റ്ലി ഞാൻ ചെയ്യുന്നത്. അടുത്തെന്താ, മാരേജ് എപ്പോഴാ? സത്യം പറയാം, മാരേജിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ മാരേജ് എപ്പോഴാന്ന് പറയാനും എനിക്കറിയില്ല. ഈ വർഷം ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെന്താ, പ്ലാൻസ് ഫോർ ദിസ് ഇയർ. ഞാൻ പറയട്ടെ, പ്ലാനിങ്ങുമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഞാൻ. അതായത് ഇന്ന പ്ലാനുമായിട്ട് കൊണ്ട് നടക്കാം, ഇന്ന പ്ലാൻ, അങ്ങനെ ഒരു വലിയ പ്ലാനുമായിട്ട് ലൈഫിനെ കംപ്ലീറ്റ് ചാർട്ട് ചെയ്ത് നടക്കുന്ന ഒരുത്തനൊന്നല്ല. അപ്പം ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അത്ര തന്നെ. അടുത്തെന്താ, ഇങ്ങളെ ഡ്രീം സിംഗിൾ ആണോന്നോ? ഇങ്ങളെ ഡ്രീം സിംഗിൾ, സോറി, ഇങ്ങളെ ഡ്രീം കഴിഞ്ഞൊരു കോമയുണ്ട്. ഇങ്ങളെ ഡ്രീം ഞാൻ പറയില്ല. ഐ വിൽ നോട്ട് റിവീൽ ദാറ്റ്. അടുത്തെന്താ, സിംഗിൾ ആണോ? യെസ്, സിംഗിൾ ആണ്. അത് ഞാൻ പറയാം. ഡ്രീം ഞാൻ പറയില്ല, റിവീൽ ചെയ്യില്ല. അടുത്തെന്താ, അംബീഷൻ. സെയിം മീനിങ്ങിൽ വരുന്നതാണ് അംബീഷൻ. ഞാൻ അതും ഇപ്പം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തെന്താ, 2026 മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ എന്നാണ്. 2026 തുടങ്ങിയിട്ട് 10 ദിവസമായിട്ടുള്ളൂ. ആ ഒരു 10 ദിവസം കൊണ്ട് ഈ വർഷത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ? അത് കഴിഞ്ഞ വർഷത്തൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയട്ടെ, 365 ദിവസത്തിൽ 355 ദിവസം ഇനി പെൻഡിങ്ങാ. ഈ ദിവസങ്ങളൊക്കെ ബാക്കി നിൽക്കുക എന്നോട് ചോദിക്കുക 2026 മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഞാൻ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക? കമോൺ, ഞാൻ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക? പക്ഷെ ഈ ഒരു 10 ദിവസത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയാം ഇല്ല. ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ, ആമീൻ ആമീൻ. അടുത്തെന്താ, സുഖമാണോ? യെസ്, സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ? അടുത്ത്, ഹൗ ഓൾഡ് ആർ യു? വീണ്ടും യെസ്, ഞാൻ പറഞ്ഞു എനിക്ക് 25 years. അടുത്തത് വീണ്ടും സുഖമാണോ? യെസ്, സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ? 2025 എന്ത് പഠിച്ച്? കുറേ കാര്യങ്ങൾ പഠിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വർഷം 365 ദിവസമുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും? പഠിക്കട്ടെ. കൈ സീനാവുണ്ട്. അടുത്തത്, എപ്പോഴാ കല്യാണം കഴിക്കുന്ന? ഈ വർഷം ഉണ്ടാവോ? ഞാൻ പറഞ്ഞു, അതായത് എനിക്ക് കല്യാണം എപ്പോഴാ കഴിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഈ വർഷം ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. ഈ വർഷം ഉണ്ടാവാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. ഈ വർഷം ഒന്നും ഉണ്ടാവും എനിക്ക് യാതൊരു തോന്നലും ഇല്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണില്ല. ഈ വർഷം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഓക്കെ ഒരു ഇതിലേക്കൊക്കെ എത്തുന്നത്. ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അടുത്തതെന്താ, ഇങ്ങക്ക് സുഖമാണോ? താങ്ക് യു ഫോർ ആസ്കിങ്. സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ? അതിന് മുന്നേ ഒരു 2-3 ആൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സുഖമാണോ എന്ന്. എല്ലാവരോടും താങ്ക് യു. അടുത്തെന്താ, കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് എന്തിനാണ് എക്സെപ്റ്റ് പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്? എനിക്ക് തന്നെ കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എനിക്ക് തന്നെയാണ്. അത് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ. പിന്നെന്താ, വാട്ട് ഡസ് സക്സസ് ട്രൂലി മീൻ ടു യു ബിയോണ്ട് വെൽത്ത് ഓർ ഫെയിം? ഞാൻ പറയട്ടെ, സക്സസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഒന്നല്ല. ഇത് ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്. സക്സസ് ഈസ് എ ജേർണി. അതൊരു യാത്രയാണ്. സോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സക്സസ്
എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കുന്നത് എൻ്റെ ഒരു സക്സസ് ജേണി ആയിട്ട് ഞാൻ കാണുന്നു. എന്നെ സംബന്ധിച്ച് അതാണ്. അതായത് ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അതൊരു സക്സസ് ജേണി ആയിട്ട് ഞാൻ കാണുന്നു. അതാണ് എന്നെ സംബന്ധിച്ച് ഒരു സക്സസ് എന്ന് ഞാൻ കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു പോയിന്റ് ആണെന്നും അല്ലെങ്കിൽ ആ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സക്സസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണെന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം? കാരണം ഓക്കെ, ഞാൻ സക്സസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി, ഇനി ഞാൻ ജീവിക്കുന്നതിൽ ഇപ്പം എന്താ, എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നിട്ട് തോട്ടലായി പോകില്ലേ. സോ ഞാൻ ഒരിക്കലും അതൊരു പോയിന്റ് ആണെന്നോ അതൊരു സിംഗിൾ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ജേണി ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇത് ഒരുപാട് ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഹായ് ബ്രദർ, ഐ എം എ ടീനേജ് സ്റ്റഡിങ് ഇൻ 8th grade ആൻഡ് മൈ പാരൻസ് ആർ ടോക്സിക് ആൻഡ് വാട്ട് ക്യാൻ ഐ ഡു? ഓ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആളാണ്, പാരൻസ് ടോക്സിക് ആണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെ തോന്നുന്നത്? അല്ലെങ്കിൽ ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. സോ അതെന്താണ്, പിന്നെ അതുപോലെ തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണെന്ന്. ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ, പറ്റായി ഒന്നുമില്ല. സിറ്റുവേഷൻ എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തിയാൽ മതി. പിന്നെ അടുത്ത എന്താ ബ്രോ ഇങ്ങനെ വാ പുളന്ന് നോക്കുന്ന ഈച്ച കയറും? ഓ, ഞാൻ Q&A എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യന്റെ സെഗ്മെന്റ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഞാനൊരു ക്രിസ്മസ് ട്രീയുടെ മേലോട്ട് ഇങ്ങനെ വാ പൊളന്ന് നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ആ ഒരു ഫോട്ടോന്റെ റിപ്ലൈ എന്താ ബ്രോ ഇങ്ങനെ വാ പൊളന്ന് നോക്കുന്ന ഈച്ചക്കർ ഓഫ് ക്വസ്റ്റ്യൻസ്. സമ്മതിച്ചു. പേര് ഞാൻ പറയുന്നില്ല. സോ അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12 13. ഓ മാൻ, 14 ബോക്സിൽ ഒരാളുടെ ക്വസ്റ്റ്യന്. എന്ത് ക്വസ്റ്റ്യൻ ആണിത്? ഇത്രയും വലിയ ക്വസ്റ്റ്യനോ? ഓക്കെ, നമുക്ക് വായിച്ചോക്കാം. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കണേ. ഒരു മോശമായ കാര്യം, ഒരുമാതിരി നോട്ടം, സംസാരം, ആൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്. ഇത് കൈൻഡ് ഓഫ് എന്തോ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആട്ടോ. അതുകൊണ്ട് ഇത് ഞാനൊരു വ്ളോഗിൽ റിവീൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മേ ബി ചിലപ്പോൾ ആൾ എന്നോട് പേഴ്സണലി സംസാരിച്ചൊരു കാര്യമാകാം. കാരണം അത്രയും ഉണ്ട്, ഒരു 14 ബോക്സിലായിട്ടാണ് ആളുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പം അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഞാൻ ആളുടെ പേഴ്സണലി ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ട്. പിന്നെ അടുത്തത്, ഓക്കെ, ഞാൻ 1 ടൈം റിലേഷൻഷിപ്പിൽ ഉണ്ടായ ആളാണ് ആൻഡ് ഓൾസോ ഇപ്പോൾ അത് ബ്രേക്കപ്പ് ആയി. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇതും 4 ബോക്സിലുണ്ട് കേട്ടോ. ബട്ട് ഒരു ടൈം ഞാൻ നല്ല ഡൗൺ ആയിരുന്നു, ലൈക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാൻ നിന്ന ആളാണ്. ആൻഡ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ലൈഫ് ജസ്റ്റ് മൂവ് ആവാണ്. ആൻഡ് ഓൾസോ ഐ റിയലൈസ് സൂയിസൈഡ് ഒരു റീസൺ അല്ല ഒന്നിനും. ഒരാൾ നമ്മളെ കേൾക്കാനുള്ളപ്പോൾ ഇത് ഓക്കെ ആവും. മേ ബി ഒരാളോട് ഓപ്പണായി പറഞ്ഞാൽ ഒറ്റക്കാവുമ്പോഴാണ് ഈ ഫീൽ. ഓക്കെ, ആള് പറഞ്ഞതാണ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ സൂയിസൈഡ് ഒക്കെ നോക്കി, അറ്റംപ്റ്റ് ഒക്കെ നടത്തി. പിന്നെ മനസ്സിലായി സൂയിസൈഡ് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആവും, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞാൽ നിൽക്കുക, ഇതൊക്കെ ഓക്കെയാണ്. അതായത് സൂയിസൈഡ് എന്ന് പറയുന്നത് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. നെവർ തിങ്ക് അബൌട്ട് ദാറ്റ്. അതായത് എന്ത് കൈൻഡ് ഓഫ് പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്നല്ല, എന്ത് കൈൻഡ് ഓഫ് സ്റ്റേജുകൾ വരികയാണെന്നുണ്ടെങ്കിലും സൂയിസൈഡ് ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഒരാൾ നമ്മളെ കേൾക്കാനുള്ളപ്പോൾ ഇത് ഓക്കെ ആവും, മേ ബി ഒരാൾ ഓപ്പണായി പറഞ്ഞാൽ മതി. ഇത് നല്ലൊരു കാര്യമാണ്. നമ്മളൊരാൾ കേൾക്കാനുള്ളതും ഒക്കെ നല്ലൊരു കാര്യം, നമ്മളൊരാളെ മനസ്സിലാക്കാനുള്ളതൊക്കെ നല്ലൊരു കാര്യം. പക്ഷെ അത് എന്നും ഉണ്ടാവില്ല. ഇന്ന് നമ്മളെ കേൾക്കുന്ന ആൾ നാളെ നമ്മളെ കേൾക്കണം എന്നില്ല. ഇന്ന് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്ക് നാളെ നമ്മളോട് ആ കേൾക്കാൻ താല്പര്യം കാണണമെന്നില്ല. ഇന്ന് നമ്മളെ കൂടെ ഉള്ള ആൾ 10 വർഷം കഴിഞ്ഞ് നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. സോ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരാളേലും. നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടി ഒരാളോട് പോയി പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കുണ്ട്. അത് ഒഴിവാക്കുക. മാക്സിമം അവനവൻ സ്വയം ഹാൻഡിൽ ചെയ്യുക. ഒരാളോട് പറയുന്നത് മോശമാണെന്നൊന്നല്ല. ഒരാളോട് പറഞ്ഞാൽ നമുക്ക് റിലീഫ് കിട്ടൂല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാ കാലവും ഈ പറയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. ആ സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാൻ ഒരാളില്ലാത്തതാകും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. സോ ആ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവനെ ഹാൻഡിൽ ചെയ്ത് പഠിക്കുക. ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളതും വലിയ പ്രശ്നമാണെങ്കിൽ അത് മാക്സിമം
പറ്റുന്ന അത്രയും സ്വയം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ. അടുത്തത്, ബ്രദർ, ഇക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി, ഇക്ക് മൂവ് ഓൺ ആകാൻ പറ്റുന്നില്ല. ഇതൊരു കൈൻഡ് ഓഫ് സ്റ്റേജ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു സ്റ്റേജിൽ. മൂവ് ഓൺ ആകാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, മൂവ് ഓൺ ആകാൻ പറ്റും. കുറച്ച് ടൈം എടുക്കും. അതായത് ഒറ്റയടിക്ക് ഓക്കെ ഇന്ന് ബ്രേക്കപ്പായി നാളെ ശരിയാവാം എന്നുള്ളത് സംഭവിക്കുന്ന ആളുകളുണ്ട്. കുറെ ആളുകൾക്ക് അങ്ങനെ ഓക്കെ ഇന്ന് ബ്രേക്കപ്പായി ഒറ്റയടിക്ക് മനസ്സിലാക്കി മൂവ് ഓൺ ആകുന്ന ആളുകളുണ്ട്. പക്ഷെ കുറച്ച് സമയം എടുക്കും. അതൊരു നമുക്ക് എന്താ പറയാ, അത്രയും കാലം നമ്മളൊരു റിലേഷനിൽ നിന്ന് ഒരാളെ നമ്മൾ സ്നേഹിച്ച് അവിടുന്ന് ഒരു പോയിന്റ് എത്തിയ ആള് ബ്രേക്കപ്പ് ആയി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്നുള്ള ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ഒരിക്കലും മൂവ് ഓൺ ആകാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ മൂവ് ഓൺ ആക്കാൻ പറ്റും. ബിലീവ് ഇൻ യുവർ സെൽഫ്. എന്തായാലും മൂവ് ഓൺ ആകാൻ പറ്റും. മാർക്ക് മൈ വേർഡ്സ്. ഒരിക്കലും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ലൈഫ് ലോങ് പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ കടക്കും, ഈ സിറ്റുവേഷൻ മാറും. നിങ്ങൾ സ്വയം മനസ്സിലാക്കും, റിയലൈസ് ചെയ്യും ഒരു പോയിന്റ് എത്തുമ്പോൾ, യെസ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ എന്നൊരു പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നും. അടുത്ത് കയ്യെല്ലാം ഇതാവുന്നുണ്ട്, ഇത് കുറച്ചുണ്ട് കേട്ടോ. അടുത്തെന്താ, ബ്രേക്കപ്പിന് ശേഷം മൂവ് ഓൺ ആവാനുള്ള മോട്ടിവേഷൻ തരും എനിക്ക്. കാക്കൻ്റെ വീഡിയോസ് കേൾക്കുമ്പോൾ ഒരു സമാധാനം. യെസ്, ഇത് സെയിം കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്. ബ്രേക്കപ്പിന് ശേഷം മൂവ് ഓൺ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല, നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, അത് മാക്സിമം ചെയ്യുക. അതിൽ നമ്മൾ മൂവ് ഓൺ ആകാനും അതുപോലെ തന്നെ ഗെറ്റിംഗ് ബെറ്റർ ആ ഒരു പോയിന്റിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക. നമ്മളെ റെഡിയാക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പറ്റിയ നമുക്കാണ്. ഈ ഒരു ബോധം ഉണ്ടാവണം. ഇത് എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത്. എന്ത് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഏറ്റവും ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കാണ്. ആലോചിച്ച് നോക്കുക. കാരണം നമ്മളെ ഈ ലോകത്ത് ഏറ്റവും നന്നായി അറിയുന്നത് നമുക്കാണ്. നമ്മളെ ഇഷ്ടങ്ങൾ, നമ്മളെ പ്രശ്നങ്ങൾ, നമ്മളെ സങ്കടങ്ങൾ, നമ്മളെ വേദനകൾ, നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതലും നന്നായിട്ടും അറിയുന്ന ആളുകൾ നമ്മളായതുകൊണ്ട് തന്നെ നമ്മളെ ബെറ്റർ ആക്കാനും നമുക്കാണ് ഏറ്റവും കൂടുതൽ പറ്റുക. ആലോചിച്ച് നോക്കാം. അടുത്ത, ഇൻ വിച്ച് തിങ് ഡിഡിൻ ലൈക്ക് ടീ ഫ്ലോ യുവർ ലൈഫ് അറ്റ് ഫസ്റ്റ് ഇയർ. സത്യം പറയട്ടെ, ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല ബ്രോ. ഇൻ വിച്ച് തിങ് ഡിഡിൻ ലൈക്ക്, അത് എനിക്ക് മനസ്സിലായി. പിന്നെ ആളൊരു ടി ഉണ്ട്, FLW എന്നാണ്, ഇയർ YRLFE അറ്റ് ഫസ്റ്റ് ഇയറോ. ഇൻ വിച്ച് തിങ് ഡിഡിൻ ലൈക്ക് ടു ഫ്ലൈ യുവർ, സോറി ബ്രോ എനിക്ക് മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത്, ന്യൂ ഇയർ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്? എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് വെച്ചാൽ ഓരോ സിറ്റുവേഷനിലും ഓരോ ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നു. അല്ലാണ്ട് ആദ്യം തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഓക്കെ ന്യൂ ഇയർ മൊത്തം ഞാൻ ഈ ഡിസിഷനാണ് അങ്ങനത്തെ ഒന്നുമില്ല. ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമല്ലോ, അതന്നെ. നിങ്ങൾക്ക് സുഖമാണോ? താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ? വീണ്ടും വേറൊരാള്, ഹൗ ആർ യു? ഐ എം ഗുഡ് ആൻഡ് ഹൗ ആർ യു? അടുത്തെന്താ, ഏറ്റവും ബെസ്റ്റ് തിങ് ഇൻ 2026. സോ കമോൺ ബ്രോ. കമോൺ ബ്രോ, ഇത് 8-10 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് തിങ് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഇനി ദിവസങ്ങൾ ഒരുപാട് കിടക്കല്ലേ, ഒരുപാട് ബെസ്റ്റ് തിങ് ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ, ആമീൻ. അടുത്തെന്താ, കറക്റ്റ് ജോബ് എന്താ? അത് ആക്ച്വലി ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി ഐ എം ആൻ ആങ്കർ, ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ, ഐ എം എ മോട്ടിവേഷണൽ സ്പീക്കർ. കറക്റ്റ് ജോബ് അതൊക്കെ തന്നെയാണ്. അടുത്ത്, സിംഗിൾ ആവാൻ റീസൺ എന്താ? അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. സിംഗിൾ ആവണതിന് അതിനിപ്പോൾ എന്താ റീസണൊക്കെ പറയാ? റീസൺ ആയിട്ടൊന്നുമില്ല, സിംഗിൾ ആണ്. അതിന് എന്ത് കാരണം പറയാൻ അതിനൊക്കെ ഞാൻ? റീസൺ ഒന്നുമില്ല, സിംഗിൾ ആണ്. സൂപ്പർ ആണ് കേട്ടോ നിങ്ങൾ. താങ്ക് യു സോ മച്ച്. അടുത്തെന്താ, സുഖല്ലേ? സുഖാണ്. നിങ്ങൾക്ക് സുഖാണോ? അടുത്തെന്താ, ഒരു ഇന്റർവ്യൂ കിട്ടുമോ സർ? എൻ്റെ ഫ്രണ്ടാണ് ചോദിക്കുന്നത്. തരാം ഇന്റർവ്യൂ തരാം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്ത്, ബ്രദർ, അതും എൻ്റെ ഫ്രണ്ടാണ്. ബ്രദർ, ഹായ് ബ്രദർ. ഫേവറേറ്റ് സിംഗർ? അത് നല്ലൊരു ചോദ്യം. ഞാൻ പറയട്ടെ, എൻ്റെ മ്യൂസിക് ടേസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട്സിനും ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കേൾക്കുന്ന പാട്ടുകൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിൻ്റെ കാറ്റഗറി ഉണ്ട്. ഇതൊന്നും എൻ്റെ ഒരു ഫ്രണ്ട്സിനും പറ്റില്ല. ഇപ്പം ഞാൻ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഞാനാണ് പാട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും സമ്മതിക്കില്ല, ആർക്കും പറ്റില്ല ഞാൻ ഇടുന്ന പാട്ട്.
കാരണം ഞാൻ കേൾക്കുക അങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടുകളാണ്. പിന്നെ ഫേവറേറ്റ് സിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സ് ഈ കൊല്ലം ഷാഫിക്ക, ഈ വടകര താ 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 താജുദ്ദീൻ വടകര താജുക്ക, സലീം കൊടത്തൂർ, സലീം കൊടിയത്തൂര്, പിന്നെ തൻസീർ കൂത്തുപറമ്പ, പിന്നെ എനിക്കിപ്പോൾ ഹനാൻഷിൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഫെജോൻ്റെ പാട്ട് എനിക്കിപ്പോൾ, ഫെജോൻ്റെ എല്ലാ പാട്ടും ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ഒരു 1-2 പാട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ സത്യം അറിയില്ല, ഫെജോൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫെജോൻ്റെ ഒരു വോയിസും ഫെജോൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്പീഡ് മെയിൻറ്റെയിനിങ്ങും ഒരു ഒറ്റ ബ്രീത്തിൽ ഒരു സ്ട്രെച്ചിൽ തന്നെ ഫെജോ പാടുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോൾ ആ ഒരു ബാസൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സ് കേട്ടോ. പിന്നെ അടുത്തെന്താ, ഇംഗ്ലീഷ് കഫേയിലുള്ള ആയിഷ ഷിഫ്രിനും ഇങ്ങളും നിൽക്കുന്ന ഫോട്ടോ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫോട്ടോക്ക് വലിയൊരു കഥ തന്നെ ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫ്രണ്ട്സാണ്. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഇത് ഞാൻ പറയാം ഫ്രണ്ട്സാണെന്ന് എടുത്ത് പറയാൻ കാരണം, ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത സമയത്ത്, ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ കമൻസ് വന്നു, ഹാപ്പി മാരീഡ് ലൈഫ്, എൻഗേജ്ഡ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളെ ഒരു എൻഗേജ്മെൻറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, കുറേ മുന്നേ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ അന്നേ ക്ലിയർ ആയതാണ് ഈ ടോപ്പിക്. എന്നാലും ഇപ്പോൾ പറയാം, അതായത് നമ്മൾ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളൊരു കോമൺ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്ത് ഞാനത് പോസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ഒരു എന്താ പറയുക, ഹാപ്പി മാരീഡ് ലൈഫ്, എൻഗേജ്ഡ് ആയോ എന്നൊക്കെ. പിന്നെ ഈ ഒരു ഫോട്ടോ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ആയിഷ ഷിഫ്രിൻ്റെ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളത് ഫണ്ണായിട്ട് എടുത്തത്, നമുക്കത് കോമഡി ആയിട്ട് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അതിൽ, കാരണം നമുക്കറിയാം നമ്മൾ ഫ്രണ്ട്സാണ്, അല്ലാണ്ട് നമ്മൾ തമ്മിൽ വേറെ ഒരു ഒന്നുമില്ല. അതൊരു എൻഗേജ്മെന്റ് ഫോട്ടോ ഒന്നുമല്ല. പക്ഷെ അതിൽ നമ്മൾ ഔട്ട്ഫിറ്റ്സ് കണ്ടിട്ടാണ് കുറെ ആൾക്കാർക്ക് അത് ഡൗട്ട് വന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റൊരു കോമൺ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയത്. സോ നമ്മൾ രണ്ടാളെ ഔട്ട്ഫിറ്റും ഒരു കൈൻഡ് ഓഫ് വെഡ്ഡിങ്ങിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഫോർമൽസ് ആണ് നമ്മൾ രണ്ടാളും, പാർട്ടി വൈസ് ആണ് നമ്മൾ വെയർ ചെയ്തത്. സോ മേ ബി അതുകൊണ്ടാകാം നമ്മൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ഡൗട്ട്. അല്ലാണ്ട് ആ ഒരു ഫോട്ടോ, ഇതിൽ പറഞ്ഞ കാര്യം, ഫോട്ടോ സൂപ്പർ ആയിട്ടുണ്ട്. എനിവേ താങ്ക് യു ഫോർ ദാറ്റ്. കാരണം നല്ലൊരു ഫോട്ടോ ആണ്, എനിക്കും ഇഷ്ടമാണ് ആ ഫോട്ടോ. സോ ഫോട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെന്താ, മിസ് യുഡാ ഹുസൈൻ കാക്കൻ്റെ മോനെ, ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ചോദിച്ചത്. ഐ മിസ് യു ടൂഡാ. അടുത്തെന്താ, ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. ഹാബിലെ ഞമ്മക്കൊന്ന് കൂടിയാലോ, എന്നെ കാണാനും എൻ്റെ ചളി കേൾക്കാനും പൂതിയായിട്ട്. ഇതും എൻ്റെ ഫ്രണ്ടാണ്. ഈ ഫ്രണ്ടിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്താ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്. പക്ഷെ ആളെ ഞാൻ മീറ്റ് ചെയ്തിട്ട് കുറേ കാലമായി. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഒരു 5 മിനിറ്റ് ഉള്ളൂ, പക്ഷെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. നമുക്കൊന്ന് കൂടണം ഇൻഷാ അല്ലാ. പിന്നെന്താ, ഹാപ്പി അല്ലേ മോനെ? യെസ്, ഹാപ്പി ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അടുത്തെന്താ, ഇക്ക കെട്ടുന്ന ആൾ എങ്ങനെ ഉള്ളതാകണം സങ്കല്പം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ സങ്കല്പങ്ങളൊന്നും കൊണ്ട് നടക്കുന്ന ഒരാളൊന്നല്ല ഞാൻ. ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ കൊണ്ട് നടന്നിട്ട് അവസാനം എക്സ്പെക്ടേഷൻ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രശ്നമാവും. സോ അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളൊന്നും കൊണ്ട് നടക്കണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം. സോ മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ വാസ് യുവർ ഡേ? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ്. കാരണം ഇന്നെൻ്റെ ഓഫീസിൽ ഒരാൾ റിസൈൻ ചെയ്തൊരു ദിവസമായിരുന്നു. ആളെനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരാൾ തന്നെയാണ്. കാരണം എൻ്റെ ഇൻസ്റ്റയിൽ കോണ്ടൻസിനൊക്കെ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത്, കാരണം എൻ്റെ നല്ല രീതിയിൽ ഷൂട്ടിന് വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ആൾ എനിക്ക് ഫ്രെയിം സെറ്റ് ചെയ്ത് തരലും എനിക്ക് ഷൂട്ട് ചെയ്തെന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എൻ്റെ കൊളീഗ്സിനോട് ഞാൻ കോണ്ടന്റിനുള്ള ടോപ്പിക്സ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ചോദിക്കലുണ്ട്. അങ്ങനെ എനിക്ക് ടോപ്പിക്സ് പറഞ്ഞു തന്ന ഒരാളാണ്. എനിക്ക് പൊതുവേ ഷൂട്ട് ചെയ്ത് തരുന്നത് കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരാൾ കുറച്ച് മുൻപ് പോയി, ഒരാൾ ഇന്ന് പോയി. അപ്പം ആൾ റിസൈൻ ചെയ്തൊരു ഡേ ആയിരുന്നു. സോ അത് ഒരു മിസ്സിങ് ഡേ തന്നെ ആയിരുന്നു, ഒരു സങ്കടം ഉള്ളൊരു മൊമെന്റ് തന്നെയായിരുന്നു ആളുടെ ഒരു റെസിഗ്നേഷൻ സമയം എന്ന് പറയുന്നത്. ലൈറ്റ് ഇങ്ങനെ ഫേസിൽ കുറഞ്ഞു വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ലൈറ്റിന്റെ ബാറ്ററി ചാർജ് കുറഞ്ഞ് തീർന്നുകൊണ്ടാവും കേട്ടോ. സോ നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ക്വസ്റ്റ്യനും മിസ്സാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി ഗൈസ്. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് വന്നു, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. സോ ഇതിലും കൂടുതൽ ഇനിയും എന്തെങ്കിലും സംസാരിക്കാനും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മറ്റൊരു Q&A ആയിട്ട് വീണ്ടും വരുന്നതാണ്. പക്ഷെ ഇപ്പോഴൊന്നും വരില്ല കേട്ടോ, കുറച്ച് ദിവസം കഴിയും. കാരണം ഇപ്പോൾ ഒരു Q&A കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയും. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെ അത് ചോദിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും
ലൈക്ക് ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഒരു ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കോമന്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വെച്ചിട്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാം, അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ if you have any kind of topics, please mention that in the comment section. ആൻഡ് ഗൈസ്, ഇതുവരെ ഈ വീഡിയോ ഫുള്ള് കണ്ട ആളുകൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ഒരു ആങ്കർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സോ മറ്റൊരു Q&A ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്ളോഗുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.